അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അസാതിദെ കിറാം, വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ബ്രെയിൻ റോട്ട് എന്ന ഓക്സ്ഫോർഡ് 2024 ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായി കണ്ടെത്തിയ ആ പ്രതിഭാസം, ആ ഒരു അവസ്ഥയെ പറ്റിയാണ് ഇന്നിവിടെ ചർച്ച നടത്തുന്നത്. ഏതൊരു പ്രശ്നത്തിൻ്റെയും ഫസ്റ്റ് പരിഹാരം കാണാനുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടലാണ്. അപ്പം ബ്രെയിൻ റോട്ട് കഴിഞ്ഞ വർഷം ഓൺലൈൻ വോട്ടിങ്ങിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡായി സെലക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഇന്നത്തെ സമൂഹം ഇത് വലിയൊരു പ്രതിസന്ധിയായി, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമായി, അല്ലെങ്കിൽ അത് അവരെ നന്നായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവരെന്താക്കിയിട്ടുള്ളത്, ഇതിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു വിഷയം, അതിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ടാണ് നാം ഇന്നിവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എങ്ങനെ ഈ ബ്രെയിൻ റോട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെ എന്നും എല്ലാ സെക്കൻഡും, പലപ്പോഴും പലർക്കും എല്ലാ സെക്കൻഡിനെയും ഇടപെടുന്ന, നമ്മളെ മുറുകി ചേർത്ത് പിടിക്കുന്ന, വരിഞ്ഞു മുറുക്കുന്ന ഈ ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം, അത് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച നടത്താൻ പറ്റും, എങ്ങനെ അതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു ചർച്ച കൊണ്ടുവരുന്നത്. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ മസ്തിഷ്ക അപചയം. ഒരു വ്യക്തിയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്വത്ത് എന്നുള്ളത് അവന്റെ മനസ്സാണ്, അവന്റെ ബൗദ്ധിക നിലവാരമാണ്. ഈ ബൗദ്ധിക നിലവാരത്തെ അതിൽ പറയുന്ന വാക്കുകൾ, ഇങ്ങനെ ഇതിൻ്റെ ടെക്നോളജിസ്റ്റ് ആളുകൾ പറയുന്ന വാക്കുകൾ ചിപ്പിങ് എവേ എന്നാണ് പറയുന്നത്. ഇതിനിങ്ങനെ ചെത്തിമുറിച്ച് നമ്മളെ ബൗദ്ധിക നിലവാരം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ശക്തിയെ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അറ്റൻഷൻ, ഒരു ശക്തിയെ ചിപ്പിങ് എവേ, ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് മാറ്റുന്ന ഒരവസ്ഥ, അത് നമുക്ക് സോഷ്യൽ മീഡിയയും മറ്റും വ്യാപകമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായി, അല്ലെങ്കിൽ നാം അതിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ കഴിയും. ഇവിടെ ആദ്യമായി ഈ ഒരു വിഷയത്തിൽ വരുന്ന സമയത്ത് നമുക്ക് പല ഇഷ്യൂസും, ഈ സോഷ്യൽ മീഡിയയിലെ റീലുകൾ അല്ലെങ്കിൽ ഷോർട്സിലൂടെയൊക്കെ വന്ന പല ഇഷ്യൂസ്, അതിൽ ഏറ്റവും പ്രധാനമായി ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഇഷ്യൂ ഉണ്ടായ ഒരു ആപ്പാണ് ടിക്ടോക്ക് എന്നുള്ളത്. ഇന്ത്യയിൽ നിരോധിച്ചു, പക്ഷെ ആഗോളതലത്തിൽ ഇന്നും ഒരു പ്രധാനപ്പെട്ട ആപ്പാണത്. ഈ ടിക്ടോക്കിൽ ധാരാളം ചലഞ്ചുകൾ നടന്നിട്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചാണ് ഡീവിയന്റ് ക്ലിക്ക് എന്നുള്ളൊരു ചലഞ്ച്. കേട്ടിട്ടുണ്ടാവും. അതായത് നാം പഠിക്കുന്ന സ്കൂളിലെ പ്രോപ്പർട്ടി ഒന്നുകിൽ തകർക്കുക, വാൻഡലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, മോഷ്ടിച്ചുകൊണ്ട് അത് വീഡിയോ എടുത്ത് അതെന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുന്ന ഒരു ചലഞ്ച്. ഈ ചലഞ്ച് വ്യാപകമായി നടന്നു. യുവ തലമുറ വ്യാപകമായി അത് ചെയ്തു. അത് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായി. FDA, അമേരിക്കയിലെ ഫെഡറേഷൻ എന്ത് ചെയ്തു, അത് നേരിട്ട് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം വന്നു. അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു പൗരസ്ത്യ സമൂഹം, നമ്മുടെ ഒരു ഓറിയന്റൽ കൾച്ചറിൽ വിജ്ഞാനം എന്നുള്ളത് നാം എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വസ്തുവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ റെസ്പെക്ട് ചെയ്യുന്ന ഈ വിജ്ഞാനം നൽകുന്ന സ്ഥാപനങ്ങൾ, സ്കൂളുകളെ തന്നെ അത് തകർത്തുകൊണ്ട് ദ വെരി സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന സമയത്തും ഇത് തെറ്റാണ്, ശരിയല്ല എന്നൊരു കാര്യം, തെറ്റിൽ നിന്ന് ശരി വേർതിരിച്ചെടുക്കാനുള്ള, അപക്വമായ കാര്യത്തിൽ നിന്ന് പക്വമായ കാര്യത്തെ വേർതിരിച്ചെടുക്കാനുള്ള, മോശമായ അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് നന്മയെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു ശക്തി, അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമത ആ കുട്ടികൾക്ക് ഇല്ലാണ്ട് പോയി എന്നത് തന്നെയാണ് ബ്രെയിൻ റോട്ട് കൊണ്ട് നാം മനസ്സിലാക്കുന്ന അതിൻ്റെ ഒരു അനുരണനമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷനൊക്കെ നമുക്ക് പറയുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ മറ്റുണ്ടാകുന്ന ഒരു അപജയം, നമുക്കുണ്ടാകുന്ന മൂല്യച്യുതി, നമ്മളെ ബൗദ്ധികമായിട്ടുള്ള നിലവാര തകർച്ച, നമ്മളെ മസ്തിഷ്ക ചെഞ്ചീയൽ, നമ്മളെ മസ്തിഷ്കം ഇങ്ങനെ ചീഞ്ഞു പോകുന്ന, ഡിമിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം. ആ വിഷയത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. അതിൽ ഡിസ്കഷൻ ചർച്ച സംഘടിപ്പിച്ച നിങ്ങളെ, എൻ്റെ സംഘാടകരെ ആദ്യം
അഭിനന്ദിക്കുന്നു. കാരണം നമ്മെ വിശിഷ്യ വിദ്യാർത്ഥികളെയാണ് അത് ബാധിക്കുന്നത്. നമ്മളിവിടെ ജനറേഷൻ ജെൻസി ആണ് ഇതിൽ ടോപ്പിക്കിൽ നൽകിയിട്ടുള്ളത്. മില്ലേനിയൻ ജനറേഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായ ജെൻസി ആയാലും ജനറേഷൻ ആൽഫ ആയാലും ഇവരെയൊക്കെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രതിസന്ധിയായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്. ഇത് ഒരു പെട്ടെന്നുണ്ടായ ഒരു സ്വാഭാവിക പ്രക്രിയമൊന്നുമല്ല. വിശിഷ്യ ടെക്നോളജി എന്നുള്ളത് തന്നെ നമുക്കറിയാം, നമ്മെ മനുഷ്യ സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി, മനുഷ്യ സമൂഹത്തിന്റെ വികസനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ടൂൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ടെക്നോളജി എന്നുള്ളത്, സാങ്കേതിക വിദ്യ എന്നുള്ളത്. പക്ഷെ ഈ സാങ്കേതിക വിദ്യ നമ്മെ എന്താകും, നാം സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുന്നതിനപ്പുറം നമ്മെ സാങ്കേതിക വിദ്യ നിയന്ത്രിക്കുമെന്നുള്ള പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ ധാരാളം എഴുത്തുകൾ, ധാരാളം ഫിക്ഷനുകളിലൂടെ 2-3 നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ നമുക്ക് അറിയാൻ കഴിയും. നമുക്ക് അതിന്റെ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടാവും. ദ ടൈം മെഷീൻ, H.G. വെൽസിന്റെ ഒരു പ്രസിദ്ധ കൃതിയാണ്. അതിലിങ്ങനെ എന്താകുന്നുണ്ട്, മെഷീൻ നമ്മളെ എന്താകുന്നു കൺട്രോൾ ചെയ്യുന്ന മെഷീനിലൂടെ നമുക്കിങ്ങനെ ഭാവിയും അതിന്റെ ഭൂതകാലവും മൊത്തം മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. ദ മെഷീൻ സ്റ്റോപ്സ് എന്ന വേറൊരു പ്രസിദ്ധമായ നോബൽ ലോറേറ്റ് ആയിട്ടുള്ള E.M. ഫ്രോസ്റ്റർ, നമുക്കറിയാം എ പാസേജ് ടു ഇന്ത്യ എഴുതിയ അദ്ദേഹത്തിന്റെ ആ മെഷീൻ സ്റ്റോപ്സിൽ പറയുന്നത് മനുഷ്യ സമൂഹത്തെ മുഴുവനും മെഷീൻ കൺട്രോൾ ചെയ്ത് അപ്പൊ ആ മെഷീനെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു ഇത് പറയപ്പെടുന്നുണ്ട്. ആ ഒരു ഭീകരാവസ്ഥയെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിസന്ധി അല്ലെ, അത് നമുക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് അവർ അതിൽ കൊടുക്കുന്നുണ്ട്. 2 നൂറ്റാണ്ടൊക്കെ മുമ്പ് എഴുതിയാണ്. മെഷീൻ സ്റ്റോപ്സ് 1910 വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ട്, 1.25 നൂറ്റാണ്ട് മുമ്പ് എഴുതിയത്. പിന്നെ നമുക്കൊക്കെ ഫേമസ് ആയിട്ട് അറിയുന്ന മേരി ഷെല്ലിയുടെ ഫ്രാങ്കെൻസ്റ്റൈൻ, അതൊരു മോൺസ്റ്റർ, ഒരു ഭീകരസത്വത്തെ ക്രിയേറ്റ് ചെയ്തു. മനുഷ്യനുണ്ടാക്കിയ ഭീകരസത്വം പിന്നീട് മനുഷ്യനെ എന്താക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്ന, മനുഷ്യനെ അടിമയായിട്ട് നിലനിർത്തുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ഇപ്പൊ പല ഡോക്യുമെന്ററികളാണെങ്കിലും കോമിക്കുകളാണെങ്കിലും എല്ലാത്തിലും ഈ ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ടെക്നോളജി, സാങ്കേതിക വിദ്യ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിന്റെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആ നിയന്ത്രിക്കുന്നതിന്റെ ഒരു പെർസ്പെക്റ്റീവാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത്. ഒരു പെർസ്പെക്റ്റീവ് കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഡിസ്കഷൻ നടത്തി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. മറ്റൊരു പെർസ്പെക്റ്റീവാണ് നമ്മളെ പ്രായോഗിക തലത്തിൽ നമ്മളെ നിരന്തരമായി എല്ലാ ദിവസവും നമ്മെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ബ്രെയിൻ റോട്ട് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ഉണ്ടാകുന്നതോടുകൂടി നമുക്ക് ഡോപ്പാമിൻ ലൂപ്പ് അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് നമ്മെ എന്താകുന്നുണ്ട്, സോഷ്യൽ മീഡിയ വലിഞ്ഞു മുറുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധിയാണ് നാം ബ്രെയിൻ റോട്ടിലൂടെ മനസ്സിലാക്കേണ്ടത്. അതും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ആ വിഷയത്തിൽ നമുക്ക് എങ്ങനെ ആ ഒരു നമ്മുടെ ഒരു തലച്ചോറിനുണ്ടാകുന്ന ഒരു അപജയം നമുക്ക് എങ്ങനെ തടയാൻ പറ്റും, ഈ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ഡിസ്കഷനാണ് ഇന്നിവിടെ ഉണ്ടാകുക. ഈ ഒരു ചർച്ച കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ ചർച്ച തുടങ്ങുന്നത്. നമുക്കിവിടെ മുമ്പിൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ പ്രഗത്ഭരായ അഹമ്മദ് ഷിരീൻ സാറും ഹുസൈൻ സാറും ഉണ്ട്. ഹുസൈൻ സാർ പ്രസിദ്ധമായ കമ്പനികൾ ജോലി ചെയ്ത്, സോഫ്റ്റ്വെയർ കമ്പനി സാംസങ്, യാഹൂലൊക്കെ ജോലി ചെയ്ത് നേരിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന് പേറ്റന്റുകളുണ്ട്. അപ്പോൾ ഒരു സാങ്കേതിക തലത്തിൽ നിന്ന് മേക്കിംഗ് ചെയ്യുന്ന നിർമ്മാതാക്കളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഇത് എങ്ങനെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു തരാൻ കഴിയും. പിന്നെയുള്ളത് അഹമ്മദ് ഷെറീൻ സാർ, അദ്ദേഹം സൈക്കോളജിസ്റ്റാണ്. കാസർഗോഡ് ജില്ലയിലെ ശിശുക്ഷേമ സമിതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്മൈൽ ടു ലൈവ് എന്നുള്ള ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ലൈവ് ടു സ്മൈൽ എന്നുള്ള ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന നിരന്തരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ആളുകളും ഈ വിഷയത്തിൽ അവരുടെ പെർസ്പെക്റ്റീവുകൾ അവതരിപ്പിച്ച് നമുക്ക് ഇതിൻ്റെ ചർച്ചകൾ കൊണ്ട് നടത്താം. എന്തായാലും ഈ ഒരു ചർച്ച സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾ, അവരെ അതിന് അഭിനന്ദനം നൽകുന്നു. ഈ ഒരു ചർച്ച കേട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് ഷെറീൻ സാറിലേക്ക് കൈമാറുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ ഒരു ദിവസം 2600 പ്രാവശ്യം അയാളുടെ ഫോണിനെ സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് 24ന്റെ കണക്ക്. 2600 പ്രാവശ്യം അയാൾ ഫോണിനെ സ്പർശിക്കുന്നുണ്ട്. 58 പ്രാവശ്യം അറ്റ് ആൻ ആവറേജ് അയാൾ ആ ഫോണിലെ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് വാട്സപ്പ് തുറന്നു നോക്കും, അത് കഴിഞ്ഞാൽ ഇൻസ്റ്റയോ അല്ലെങ്കിൽ ഏതാണോ ടിക്ടോക്ക് അത് തുറന്നു നോക്കും, ഫേസ്ബുക്ക് തുറന്നു നോക്കുന്ന ശീലമുള്ള പ്രായക്കാരാണെങ്കിൽ അത് തുറന്നു നോക്കും, അതല്ല പുതിയ ജനറേഷൻ ആണെങ്കിൽ അവരനുസരിച്ചുള്ള ആപ്പിൽ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്നൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുന്നത് 58 പ്രാവശ്യം. ഓരോ സ്ക്രോളും 1 മിനിറ്റിന്റെയും 1 മിനിറ്റ് 50 സെക്കൻഡിന്റെയും ഇടയിലാണ് ചെക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 58 ആലോചിച്ച് നോക്കി, 5 പ്രാവശ്യമാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതിന്റെ നേരെ 10 ഇരട്ടി പ്രാവശ്യം നമ്മൾ ഓരോ 2 വക്തിന്റെ ഇടയിലും 10 പ്രാവശ്യം കുറഞ്ഞത് ഈ ഫോൺ ഇങ്ങനെ ചുരണ്ടി, പണ്ടത്തെ ആ പ്രയോഗത്തിൽ അങ്ങനെയാണ്, ചുരണ്ടി നോക്കുന്നുണ്ട് എന്തെങ്കിലും പുതുതായി വന്നിട്ടുണ്ടോ. ഇനി പുതുതായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോ സെക്കൻഡിനും ട്രില്യൺ കണക്കിന് വീഡിയോസ് വരുന്നുണ്ട്. ഇവിടെ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ഒരു സ്കാൻ എടുത്ത് നോക്കിയാൽ കാണുന്ന ഒന്നല്ല. ബ്രെയിൻ അട്രോഫി എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു ടേം ഉണ്ട്. ബ്രെയിൻ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. അതെന്തില്ല, അതവിടെ നടക്കുന്നില്ല. കോശങ്ങളൊക്കെ അതുപോലെ ഉണ്ട്. പക്ഷേ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ തലച്ചോറ് എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ അല്ല, അതിന്റെ മുകളിലുള്ള നമ്മുടെ ചിന്ത എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്. അട്രോഫിക്ക് പകരം സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കോഗ്നിറ്റീവ് കപ്പാസിറ്റീസ്, ചിന്ത, ഓർമ്മ, ലോജിക്കൽ റീസണിങ്, എക്സ്പ്ലനേഷൻ തുടങ്ങിയ കോഗ്നിറ്റീവ് കപ്പാസിറ്റീസിനെ കുറയ്ക്കുക. ഉദാഹരണം പറയാം, നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഫോൺ വെറുതെ ഇരിക്കുകയാണ്, അപ്പൊ ഫോണ് കയ്യിലെടുത്തു, അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കി, ഏകദേശം 1 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എല്ലാ അപ്ഡേറ്റ്സും കുറെ റീൽസും കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കി. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നുമില്ല, കുറെ വീഡിയോസ് ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞ് നിങ്ങൾ എണീറ്റ് കഴിയുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, കഴിഞ്ഞ 1 മണിക്കൂർ എന്താണ് നിനക്ക് ആഡ് ചെയ്തത്? നിനക്ക് വിവരം കൂടിയോ? നിനക്ക് മോട്ടിവേഷൻ കൂടിയോ? നിനക്ക് പ്രചോദനം വന്നോ? നിനക്ക് നന്നാവണമെന്ന് തോന്നിയോ? ഒന്നുമില്ല. കഴിഞ്ഞ 1 മണിക്കൂർ കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ച് ആസ്വാദനം കിട്ടി എന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഭവം മാത്രം അവിടെ നടന്നിട്ടുള്ളൂ. എന്നാൽ നഷ്ടപ്പെട്ടത് എന്താണ്? നല്ലൊരു മണിക്കൂർ, ജീവിതത്തിൽ 1 മണിക്കൂറാണ്ട് പോയി കിട്ടി. ആയുസിലെ 1 മണിക്കൂർ, രാവിലത്തെ 1 മണിക്കൂറാണ്ട് പോയി കിട്ടി. മാത്രമല്ല നമ്മുടെ പെട്ടെന്ന് ആലോചിക്കാറില്ല, നേരെ പോയി ഇപ്പൊ ഫ്രിഡ്ജ് തുറക്കുന്ന ശീലമാണെങ്കിൽ ഈ മൊബൈൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫ്രിഡ്ജ് ചെക്ക് ചെയ്യുന്ന ഒരു ശീലം കൂടി മനുഷ്യന്മാരുടെ ഇടയിലുണ്ട്. ഇങ്ങനെ തുറന്ന് അതിനുള്ളിലേക്ക് ഒന്ന് നോക്കി, വാഷ് ബേസിനെ ഒന്ന് തിരിച്ച് അത് ഓഫാക്കി, ഏതോ 2 ലൈറ്റ് ഇട്ട്, ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്തത് എന്ന് ആലോചിച്ച് തിരിച്ച് നടന്നു പോവാ. ഇതാണ് ബ്രെയിൻ റോട്ട്. ഒന്നും നടന്നിട്ടില്ല, ഒന്നും സംഭവിക്കുന്നില്ല, സമയം പോകുന്നു, കോഗ്നിറ്റീവ് കപ്പാസിറ്റീസ് ഇല്ലാണ്ടാവുന്നു. നമ്മളെ കോഗ്നിറ്റീവ് മനുഷ്യനാക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഇത് ബാധിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ അപജയങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ എന്റെ അടയെ നമ്മളെ പെർഫോമൻസ് കുറയുന്നു. നമ്മള് കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ഇതിന്റെ ഒരു ലീഗൽ ഫ്രെയിമിന് ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്യുക? ഒരാളുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇത് നിയന്ത്രിക്കേണ്ടത്? 2 ആസ്പെക്ട് ഇതിന് എടുക്കാം. ഒന്ന്, നമ്മൾ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി 2 കാറ്റഗറിയാണ്. ഒന്ന് DSM, ഒന്ന് ISD. ഈ പറയുന്ന 2 കാറ്റഗറിയിലും ICD-ലായാലും DSM-ലായാലും നമുക്ക് മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ ഓവർ യൂസേജ് എന്ന ഒരു ഡിസോർഡർ ഇപ്പോഴും കാണാൻ പറ്റില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിനെ നമ്മൾ ടേം ചെയ്യുന്നത് നോമോഫോബിയ എന്നാണ്. നോ മൊബൈൽ ഫോബിയ. അത് പറയാം. ഇതിനൊന്നും നമുക്കൊരു ഡെഫിനിഷൻ ആയിട്ട് ലീഗൽ പാരസൈറ്റ് ടെർമിനോളജീസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അത് ഉണ്ടാവാൻ പറ്റാതിരിക്കുന്നതിന്റെ കാരണം ഇതിന് പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തൊരു ടീമിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, വി കാൻ ഡ്രോ എ ലൈൻ. എവിടെയാണ് ഫെയർ? എത്ര മണിക്കൂർ ഉപയോഗിക്കലാണ് ഫെയർ യൂസേജ്? എത്ര വരെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഒരു വര ഞങ്ങളെടുത്തില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അപ്പുറം വരക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. ഇപ്പൊ ഇത്ര മണിക്കൂർ കുഴപ്പമില്ല, അത് കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്ന് പറയേണ്ട ഒരു സ്റ്റഡി, ഒരു അനാലിസിസ്, ഒരു സാങ്കേതികമായ സംവിധാനം നമ്മളെടുത്തില്ലാത്തത് കൊണ്ട് മാത്രം
ഇതെന്താവുന്നു? ഇത് നിയമപരമായി ഒരു തെറ്റായി മാറുന്നില്ല എന്നേ ഉള്ളൂ. ഇതുമായി വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇത് കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ വരക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരു ശിക്ഷാ നടപടിയോ ഒരു സംവിധാനത്തിന്റെ നിയന്ത്രിക്കാൻ, ഭരണഘടനാപരമായ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാനുള്ള കഴിവുകൾ കൊണ്ടുവരാനും പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ എല്ലാ കാര്യത്തിലും ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. ഭരണ സംവിധാനങ്ങളുടെ ഒരു ഫെയിലിയറിന്റെ ഉദാഹരണം തന്നെയാണ് ഈ പറയുന്ന റീൽസ്. ആലോചിച്ച് നോക്കിയേ, ഒരു 25 വർഷം മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ഒരു സാധനമായിരുന്നു സെൻസർ ബോർഡ്. ഒരു സിനിമ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. ആ സംവിധാനത്തെ കുറിച്ച് പറയാണ്. അപ്പൊ ആളുകൾ എന്ത് കാണണം എന്ന് കത്തിവെക്കാൻ ആരുണ്ട്? സർക്കാരുണ്ട്. സർക്കാരിന് സംവിധാനങ്ങളുണ്ട്. ഇന്ന് ഒരു റീല് റിലീസ് ചെയ്യുന്നതിന് ഏതെങ്കിലും സെൻസർ സംവിധാനം ഉണ്ടോ? ഒരു ഷോർട്ട് റിലീസ് ചെയ്യുന്നതിന് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും സംവിധാനം ഇല്ല. അവിടെ സ്വതന്ത്രമാണ്, ആർക്കും എന്തും അപ്ലോഡ് ചെയ്യാം. അത് ഉണ്ടാക്കുന്ന ഡാമേജുകൾ ആർക്കാണ് ഉണ്ടാവുക? അത് ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്ക് ഉണ്ടാകും, ഭരണകൂടത്തിനുണ്ടാകും. ആര് സഹിക്കണം? ബയേഴ്സ് ബിവെയർ. ഉപയോഗിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ അവർക്ക് കൊള്ളാം. അതല്ലാതെ സംവിധാനങ്ങൾ അവിടെ ഇല്ലാണ്ടായി കഴിഞ്ഞു. നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞു. ഇനി നമ്മൾ യൂസേഴ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് വാഹനങ്ങൾക്ക് വേഗത പൂട്ടുണ്ട്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ഏറ്റവും കയ്യിൽ നിൽക്കുന്ന 65 പ്രാവശ്യം നമ്മൾ തൊട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ നിയന്ത്രിക്കാൻ നിലവിൽ നിയമ സംവിധാനങ്ങളും നമ്മുടെ റെഗുലേറ്ററി ബോഡീസും പൂർണ്ണമായി അപര്യാപ്തമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. എപ്പോഴാണ് നമ്മളൊരു അഡിക്ഷൻ പറയുക? അഡിക്ഷൻ ഒരുപാട് കാറ്റഗറി, 10 കാറ്റഗറീസ് ആണ് DSMൽ കാണുക. ഞാൻ ഇതിന് 3 മാത്രം പറയാം. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റ് മനസ്സിൽ പഠിച്ചു വെക്കുക. എപ്പോഴാണ് നമ്മളൊരു സാധനം അഡിക്ഷൻ ആണെന്ന് പറയാം? 3 കാറ്റഗറി. ഒന്ന്, ക്രേവിംഗ് ഉണ്ടാവും. അതായത് അത് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു തോന്നല്, ആ സാധനം വേണം, ആ സാധനം കിട്ടണം, ആ സാധനം എടുക്കണം, ആ സാധനത്തിനെ തൊടണം, ആ സാധനത്തിനെ ആസ്വദിക്കണം എന്നിങ്ങനെ ഒരു തോന്നൽ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നോ എങ്കിൽ അത് ഒന്നാമത്തെ അലാറമാണ്. രണ്ടാമത്തെ അലാറം എന്ത് പറയുന്നു? അത് നമ്മൾ ഉപയോഗിക്കുന്നേക്കാളും കൂടുതൽ വേണം. ടോളറൻസ് എന്നാ പറയാം. ഇത്ര പോരാ. നമ്മൾ കുറച്ചു നേരം ഉപയോഗിക്കാൻ വിചാരിച്ചാൽ കുറച്ചു നേരം കൂടി ഉപയോഗിക്കും. നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ പറ്റാതിരിക്കുക. ഇന്നലത്തെക്കാൾ കൂടുതൽ ഇന്ന് വേണമെന്ന് തോന്നുക. ഈ പറയുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ ടോളറൻസ് പറയാം. കുറച്ചും കൂടി വേണം, കുറച്ചും കൂടി വേണം, ഒരു 2 മിനിറ്റും കൂടി, 5 മിനിറ്റും കൂടി ഉമ്മ ഈ വീഡിയോ ഒന്ന് തീർന്നോട്ടെ, 10 മിനിറ്റും കൂടി കഴിഞ്ഞോട്ടെ. ഇതാണ് ടോളറൻസ്. മൂന്നാമത്തത് വിത്ഡ്രോവൽ സിംപ്റ്റംസ്. ഈ സാധനം കയ്യിൽ നിന്ന് പോയാൽ ദേഷ്യം വരിക, വിറക്കുക, ഒച്ച ഉണ്ടാക്കുക, എടുത്തെറിയാൻ തോന്നുക, പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, ബഹളം ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കാതെ. ഇതാണ് വിത്ഡ്രോവൽ സിംപ്റ്റം. ഈ 3 സാധനങ്ങൾ എന്തിനുണ്ടെങ്കിലും അതിനെ അഡിക്ഷനിൽ നിങ്ങൾക്ക് കൊണ്ടുവെക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൊബൈൽ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 3 സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ടോ? നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ടോ? എങ്കിൽ ഇവർ ഈ 3ന്റെയും റെഡ് മാർക്കിന്റെ അപ്പുറത്ത് നിൽക്കുന്നു. അവിടെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? സംവിധാനങ്ങൾ നിയന്ത്രിക്കാൻ വരില്ല. നമുക്കാണ് നിയന്ത്രിക്കേണ്ടി വരിക. നമ്മളെ സ്വന്തത്തിന് നിയന്ത്രിക്കേണ്ടി വരും. 2, ഇതിനെല്ലാം നിയന്ത്രിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ മുതലാളിത്ത സംവിധാനം അപ്പുറത്തുണ്ട്. നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. യൂട്യൂബിന്റെ ഏറ്റവും വലിയ തമാശ, പരസ്യം കാണിക്കാൻ വേണ്ടി പരസ്യം കാണിക്കുന്ന കമ്പനികളോട് പൈസ വാങ്ങുകയും കാണാതിരിക്കാൻ വേണ്ടി നോക്കുന്നവരോട് പൈസ വാങ്ങുകയും ചെയ്യുന്ന ഏക കമ്പനിയാണ് യൂട്യൂബ്. ഞാൻ മുതലാളിയാണ്, എന്നോട് പൈസ വാങ്ങുന്നുണ്ട്. എന്തിന്? എന്റെ പരസ്യം കാണിക്കാം. നിങ്ങൾ ഉപയോക്താവാണ്, നിങ്ങളോട് പരസ്യം വാങ്ങുന്നുണ്ട്. എന്തിനാണ്? ആ പരസ്യം നിങ്ങളെ കാണിക്കാതിരിക്കാം. 2 പൈസ വാങ്ങുന്ന ഒരു ഏർപ്പാട്. ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നാടൻ ഭാഷയിൽ ഇവരെന്താ പറയാ? അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആൾ പറയും 2 തലക്കും തീ കൊടുക്കുക, നടുക്ക് നിൽക്കുക. ഈ രീതിയിലുള്ള ഒരു ഏർപ്പാട് വളരെ വളരെ എന്താ പറയാ, വളരെ പരസ്യമായി ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ്. ബാക്കിയൊക്കെ പ്രൈവസി സെറ്റിംഗ്സിന് പൈസ ഇല്ല. എന്നെ പോപ്പ് ആഡ് ബ്ലോക്ക് ചെയ്യാൻ പൈസ ഇല്ല. എനിക്ക് ആഡ് കാണാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നതിന് പൈസ ഇല്ല. ഇവിടെ പൈസ കൊടുക്കണം. നിങ്ങൾ പരസ്യം കാണാതിരിക്കാൻ നിങ്ങൾ പൈസ കൊടുക്കണം, ഞാൻ പരസ്യം കാണിക്കാനും പൈസ കൊടുക്കണം. 2 വാങ്ങുന്ന ഒരേ ആളാണ്. ഈ ഒരു സംവിധാനം വളരെ ശക്തമായിട്ടുണ്ട് അവിടെ. അതിനാണ് നമ്മൾ ഈ അൽഗോരിതം എന്ന് പറയുന്നത്. എന്ത് കാണണം, ഏത് പരസ്യം കാണണം. നമ്മൾ വെറുതെ സംസാരിച്ചു നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഇപ്പം നോമോഫോബിയന്റെ വീഡിയോ ആയിരിക്കും എന്റെ മൊബൈലിൽ പൊങ്ങി വരിക. കാരണം ഞാൻ നോമോഫോബിയ സംസാരിച്ചിട്ടുണ്ട്, അതിലൊരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതിനെന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യം വരും. അത്രത്തോളം നമ്മളെ അൽഗോരിതംസ് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നു. ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മനുഷ്യൻ മെഷീൻ ഉണ്ടാക്കിയത് ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം സുഖകരാക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മുടെ ഈ തടി കൊണ്ട് ചെയ്യുന്ന
ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് മെഷീൻ ഉണ്ടാക്കിയത്. അത് ഉണ്ടായ ചക്രത്തിൽ നിന്ന് തുടങ്ങി JCB വരെ ഉണ്ടാക്കിയത് നമ്മൾ തടി കൊണ്ടെടുക്കുന്ന എഫേർട്ട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറേയൊക്കെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തല കൊണ്ടെടുക്കുന്ന എഫേർട്ട് കുറക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ ഉണ്ടാക്കാൻ തുടങ്ങി. അത് കാൽക്കുലേറ്ററിൽ തുടങ്ങി സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിന്റെ മൊത്തം പണി നമ്മൾ തല കൊണ്ടെടുക്കുന്ന പണികൾ എന്താക്കുക, കുറക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ മെഷീൻ ഉണ്ടാക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ തടി പോയി, തലയും പോയി. അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ബാക്കിയുള്ള ഒരു സാധനമാണ് ആലോചിക്കുക എന്നുള്ളത്. ഞാനിപ്പോ അയാൾക്ക് എന്താ പറയേണ്ടത്? അപ്പൊ എന്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരും, ചേട്ടാ നിങ്ങൾ ഇത് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് മരുന്നാ കൊടുക്കേണ്ടതെന്ന് ഡോക്ടർ ആലോചിക്കുന്ന സമയത്ത് അവിടെ വാട്സന്റെ സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. പ്ലീസ് പ്രിസ്ക്രൈബ് ദിസ് 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 ദിസ്. അത് ആലോചിക്കുക. അതിന് കൂടെ ഒരാൾ സപ്പോർട്ട് ചെയ്തിരുന്നു, നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്തോളൂ. കുറച്ച് കഴിഞ്ഞിട്ട് കേസിന് വാട്സൺ അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റിന് സപ്പോർട്ട് വരികയാണ്, ഈ വകുപ്പൊക്കെ പ്രയോഗിക്കാം, ഈ വകുപ്പ് പ്രതീക്ഷിക്കണം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതോടുകൂടി എൻ്റെ ആലോചനയുടെ പണി കൂടി വാട്സൺ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട്, ഞാൻ പറഞ്ഞത് കറക്റ്റാണോ? കറക്റ്റാണ്. ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്സൺ ചോദിക്കും, ഇയാൾ എന്തിനാ വെറുതെ ഇവിടെ ഇരിക്കണം, ഞാൻ തന്നെ പറഞ്ഞാൽ പോരെ, ഞാൻ പറയുന്നത് 90% കറക്റ്റ് ആണല്ലോ. ഈ രീതിയിൽ നമ്മുടെ ആലോചനകൾ കൂടി യാന്ത്രികമാകുന്ന അല്ലെങ്കിൽ മെഷീൻസ് മാനേജ് ചെയ്യുന്ന ഒരു കാലത്ത് ഇനി ബാക്കിയുള്ളത് ഈ കോഗ്നിറ്റീവ് കപ്പാസിറ്റീസ് ആണ്. അതെങ്കിലും ഇല്ലെങ്കിൽ നാളെ നമ്മൾ കിളിപോയി നടക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിപ്പോകും. നമ്മൾ പഴയതിലേക്കൊക്കെ പോകും, ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക്, കംപ്ലീറ്റ് എംപ്റ്റി ആയി പോകുന്ന ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്ത മനുഷ്യന്മാരായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സമൂഹം. അത്രത്തോളം റോട്ടണിങ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. നന്നായി ജാഗരൂകമുള്ള ആൾക്കാരാണ്. വേറെ ഒരു നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല. കുട്ടികൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, മൈ ബോഡി മൈ റൈറ്റ്, മൈ ലൈഫ് മൈ ചോയ്സ്. ഒക്കെ ശരി തന്നെയാണ്. നിങ്ങളെ ബോഡി നിങ്ങളെ റൈറ്റ്, നിങ്ങളെ ലൈഫ് നിങ്ങളെ ചോയ്സ്. ആരും നിയന്ത്രിക്കില്ല. ഒരു സംവിധാനത്തിന് നിലവിൽ നിയന്ത്രിക്കാൻ സംവിധാനങ്ങളും ഇല്ല. അവനവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ആ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ച ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ ഒരു സമൂഹത്തിന് അത് ചെയ്യാൻ പറ്റും. നമുക്കത് ചെയ്യുകയും നമുക്കത് പ്രബോധനം ചെയ്യുകയും ചെയ്യും. കാരണം നമ്മളവിടെ കടപ്പെട്ടവരാണ്, ഇത് പറയാൻ കൂടി കടപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തതിന് ഈ ഒരു ലേൺഡ് ഓഡിയൻസിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രെയിൻ റോട്ടിനാണല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള പച്ചമലത്തെ ചീഞ്ഞ മുട്ട എന്നുള്ളത്, ആ ലെവലിലോട്ടാണ് നമ്മളെ ബ്രെയിൻ പോകുന്നത്. നമ്മളെ ബ്രെയിൻ കൊണ്ടൊരു യൂസ് ഇല്ലാത്ത അവസ്ഥയിലോട്ടായിരിക്കും നമ്മൾ ഓവർ കണ്ടന്റ് ഈ സ്ക്രീനിൽ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ റോട്ടിൻ്റെ മെയിൻ കാരണം എന്താ പറഞ്ഞാൽ, നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ വെരി ഷോർട്ട് ഡ്യൂറേഷൻ, 50 to 60 സെക്കൻഡ്. സാധാരണ നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ 1.5 hour സിനിമയാണ്. അത് നമ്മൾ 1.5 hour അല്ലെങ്കിൽ 2.5 hour സിനിമ കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സും ഫണ്ണും സോങ്ങും എല്ലാം വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും. പിന്നെ നമുക്ക് അടുത്ത സിനിമ കാണാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ത്വര ഒരിക്കലും വരില്ല. പക്ഷേ ഈ ഷോർട്ട് വീഡിയോസ്, ഇൻസ്റ്റഗ്രാം റീൽസ് ആയിക്കോട്ടെ, യൂട്യൂബ് ഷോർട്സ് ആയിക്കോട്ടെ, ഈ ഷോർട്ട് കണ്ടന്റ് അത് ടാർഗറ്റ് ചെയ്യുന്നതിനെ ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് എസ്പെഷ്യലി ആൽഫ ജനറേഷനിൽ അവരെല്ലാം തിങ്ക് ചെയ്യുന്നത് 2x സ്പീഡിലാണ്. ഈവൻ നോർമൽ ഒരു ½ hour വീഡിയോ കാണുകയാണെങ്കിലൊക്കെ നമ്മളത് ഫാസ്റ്റ് ഫോർവേഡിലാണ് കാണുന്നത്. 1x കാണാൻ നമുക്ക് ടൈമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് തരാം. അപ്പം ഈ വീഡിയോസിലൊക്കെ പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, മാക്സിമം റീച്ചിന് വേണ്ടിയിട്ട് ക്യാച്ച് ക്യാപ്ഷൻസ് കൊടുക്കും, ലോഡ്സ് ഓഫ് #ടാഗ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു ക്യൂരിയോസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ക്യൂരിയോസിറ്റി വരുമ്പോൾ നമ്മൾ അടുത്തത് അറിയാതെ തന്നെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഈ കണ്ടന്റ് ജനറേറ്റ് ഫ്രം ദ ക്രിയേറ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ എന്താ ചെയ്യുന്നത്, നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ഓഡിയൻസിൽ എത്തി അത് വൈറലാക്കണം എന്നാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അതിനു വേണ്ടി ഓട്ടോമാറ്റഡ് ആൽഗോരിതംസ് വരെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഇത് നമുക്ക് ഇങ്ങനെ അനാവശ്യ കണ്ടന്റ് നമ്മളെ മൊബൈലിൽ വരുന്നതെന്ന് ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം പറയാം. അപ്പോൾ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാക്സിമം റീച്ച് കിട്ടണം. മാക്സിമം റീച്ച് കിട്ടാൻ കുറേ ടൂൾസ് തന്നെ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റേ കമ്പനിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ടൂൾസ് ഉണ്ട്. നമ്മൾ ആ വേറെ ആപ്ലിക്കേഷൻ വെച്ചൊരു വീഡിയോ ഉണ്ടാക്കി അത് ഭയങ്കര കളർഫുള്ള്
ഈവൻ അതിൽ വയലൻസ് ഉണ്ടാവും, ഫണ്ണ് ഉണ്ടാവും. ഇൻസ്റ്റന്റ് ഫണ്ണൊക്കെയാണ് നമ്മൾ ഈ ന്യൂ ജനറേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഇൻസ്റ്റന്റ് ഫണ്ണ് കിട്ടുമ്പം നമുക്കൊരു ചെറിയൊരു മാനസിക സുഖം അത് കിട്ടുമ്പം അത് 50 സെക്കൻഡ്സിനേ ഉള്ളൂ. അതിൽ ചിലപ്പോൾ ഒരു 20 സെക്കൻഡ്സിനൊക്കെ ആയിരിക്കും നമ്മളൊരു മെന്റലി നമ്മളൊരു അറോസ് ചെയ്യുന്നത്. പിന്നെ അത് കാണുമ്പോൾ അതിൽ തന്നെ പിന്നെ ലാസ്റ്റിലെത്തുമ്പോൾ കുറച്ചൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് അടുത്തിലോട്ട് പോകാൻ നോക്കും. അതിങ്ങനെ കീപ്പ് ഓൺ നമ്മൾ അൺനോയിങ്ലി നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഒരു മൂവി കാണാൻ ചിലപ്പോൾ നമുക്ക് ഒരു മൂവി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളൊരു ബ്രേക്ക് എടുക്കും. അത് ഈ കേസിൽ ഇതിൽ വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മൂവിയൊക്കെ അതിൽ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ആ വീഡിയോയുടെ ഹൈറ്റും വിഡ്ത്തും തമ്മിലെ റേഷ്യോ സാധാരണ അത് 19:6 ആണ്. അത് വിഡ്ത്ത് കൂടുതലായിരിക്കും, ഹൈറ്റ് കുറവായിരിക്കും. ടിവിയിലാണെങ്കിലും ബിഗ് സ്ക്രീനിലൊക്കെ ആണെങ്കിൽ. അപ്പം നമ്മൾ അതിൻ്റെ ഫോക്കസ് തന്നെ തോന്നുന്നത് വൈഡ് ആയിട്ടാണ് നോക്കുക, ഡെപ്ത് വൈസ് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ മൊബൈലിലാണ് നേരെ തിരിച്ചാണ് കണ്ടിരുന്നത്. 6:19 6 പ്രൊപ്പോർഷനുള്ള വിഡ്ത്ത്, ഹൈറ്റ് ആണ് 19. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ഫുള്ളി ഫോക്കസ്ഡ് ആണ്. നമ്മളിപ്പം ഒരു റീല് വാച്ച് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ആളെന്താ വേറെ ആളെന്താ ചെയ്യുന്ന പോലും നമ്മൾ അവരല്ല. നമ്മളെ ഫുള്ളി മൈൻഡും ഐസൈറ്റും എല്ലാം ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ടാണ് ഈ ആ 9:16 പറഞ്ഞ ആ ആസ്പെക്ട് റേഷ്യോയിൽ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ആൽഗരിതം നന്നായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വശം എങ്ങനെയാണ് അത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടമല്ല ഒരു ടോപ്പിക്ക്, എന്തുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നു, പിന്നെ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ഇതിൽ പറയാം. അപ്പോൾ ബ്രെയിൻ റോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, നമുക്ക് അറ്റൻഷൻ സ്പാൻ പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു ഉദാഹരണോട് പറയാം, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു അരമണിക്കൂർ ഒരേ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കാലും കൈയൊക്കെ നംബ്നെസ് ഫീൽ ചെയ്യും, ഒരു തരിപ്പ് അനുഭവിക്കും. അതേമാതിരിയാണ് നമ്മളൊരു ഒരു മണിക്കൂറൊക്കെ റീൽസ് കണ്ടിന്യൂസ് വിത്തൗട്ട് എനി പർപ്പസ്, അതിലൊന്നും നമ്മൾ ഗെയിൻ ചെയ്യുന്നില്ല. സാറ് പറഞ്ഞ മാതിരി ഒരു മണിക്കൂർ നമ്മളിങ്ങനെ റീൽസ് നോക്കി കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് 1 hour വാട്ട് വി ആർ ഗെയിനിങ് നത്തിങ്. ഒരു ഇൻപുട്ട് നമ്മളെ ഒരു ഫ്രൂട്ട്ഫുൾ ആയ ഒരു ഇൻഫർമേഷൻ നമ്മളെ ബ്രെയിനിലോട്ട് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ മെമ്മറിയിലോട്ട് എടുക്കുന്നില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ എന്താ കണ്ടത് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, എന്താ ആ ടൈപ്പാണ് നമ്മൾ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കാൻ അതിന് പറയാൻ പറ്റുന്നത്. പക്ഷെ അതൊരു ഫ്രൂട്ട്ഫുൾ കണ്ടന്റ് എന്തെങ്കിലും നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൻഫർമേറ്റീവ് ന്യൂസോ ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാൻ നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട്, എന്തെങ്കിലും ടിപ്സൊക്കെ പറയുന്ന കുറേ ചാനൽസ് ഉണ്ട്. അതിലൊക്കെ വീഡിയോസ് കാണുകയാണെങ്കിൽ നമുക്കത് ഇൻപുട്ട് എടുക്കാനും പറ്റും. പക്ഷെ അതൊന്നും ഒരു ഷോർട്ട് ഡ്യൂറേഷൻ വീഡിയോസ് അല്ല. ഈ ഷോർട്ട് ഡ്യൂറേഷൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതാണ് മെയിൻലി ബ്രെയിൻ റോട്ടിലോട്ട് ലീഡ് ചെയ്യുന്ന മെയിൻ കോസിംഗ് ഫാക്ടർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഇത്രമാത്രം ഷോർട്ട് ഡ്യൂറേഷൻ വീഡിയോസ് വരുന്നത് എന്നുള്ളത്, ദാറ്റ് ഈസ് പ്രോഗ്രാംഡ് ബൈ ദ companies. They are trained, lot of engineers are working for that, and they modify this algorithm day by day so that whatever content creators are creating, അവർക്ക് ആ കണ്ടന്റ് മാക്സിമം റീച്ച് കിട്ടാനുള്ള ആൽഗരിതം ബിഹൈൻഡ് ദ സീനിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എഞ്ചിനീയേഴ്സ്. ഓക്കെ, അതിന്റെ വശങ്ങൾ അടുത്തതിൽ പറയാം. ഓക്കെ, താങ്ക് യു. അഹമ്മദ് ഷെരീൻ സാർ നിലവിൽ സർക്കാർ തലത്തിലായാലും മറ്റു റെഗുലേറ്ററി തലങ്ങളിലുള്ള ആ ഒരു നിസ്സഹായത നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ബ്രെയിൻ റോട്ട് എന്നതിൻ്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു, അതിലൂടെ വലിയൊരു തലമുറ അവരുടെ ആ ഒരു ക്ഷമത, പൊട്ടൻഷ്യൽ നശിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് തടയാനോ അതിനെ നിയന്ത്രിക്കാനോ അതിനൊരു അഫിർമേറ്റീവായിട്ടുള്ളൊരു ആക്ഷൻ, ഒരു പോസിറ്റീവായിട്ട് ഗവൺമെന്റ് നേരിട്ട് തൽക്കാലം പാച്ചപ്പ് വർക്ക് അല്ലാണ്ട് ഒരു പ്രശ്നമുണ്ടായി അതിനൊരു പരിഹാരം എന്നതിനപ്പുറം ഈ ഒരു പ്രശ്നം തടയുന്ന ഒരു അഫിർമേറ്റീവ് ആക്ഷൻ കൊണ്ടുവരാൻ ഗവൺമെന്റിനൊന്നും സാധിക്കാത്തതിൻ്റെ ഒരു നിസ്സഹായത ഷെരീൻ സാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നോക്കേണ്ട ഒരു പ്രധാന വസ്തുത, സർവൈലൻസ് ക്യാപിറ്റലിസം നമ്മെ ഇന്ന് കംപ്ലീറ്റ് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. നാം അറിയുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ, മെറ്റ ആയാലും ഈ ഗൂഗിൾ ആയാലും എല്ലാം ഗ്ലോബൽ ജയൻസ് ആണ്. അവര് ലോകത്ത് വലിയ കമ്പനികളാണ്. വലുത് എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. ഈ ഗ്ലോബൽ കമ്പനികളെ അവരുടെ ഒരു ഗ്രീഡ് ഉണ്ട്, അവരുടെ ഒരു ആർത്തി ഉണ്ട്. ആ ആർത്തി അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്നത്.
ഈ സംസ്കാര ഭാഗം കൊണ്ട് അവർ കൊണ്ടുവരുന്ന ആർത്തിയിൽ ഒരിക്കലും മനുഷ്യനോടുള്ള ഒരു സഹതാപം, ഒരു ഷഫഖത്ത് അതൊരിക്കലും ഉണ്ടാകാൻ നമുക്ക് സാധിക്കില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെടാത്ത ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗ്ലോബൽ ഈ ഒരു ക്യാപിറ്റലിസം ഒറ്റയടിക്ക് കണ്ണടച്ച് എതിർക്കുന്നതല്ല. നിലവിൽ നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊക്കെയും ഗ്ലോബൽ തലത്തിൽ ജയൻസ് ആണ്. അവരെ നിയന്ത്രിക്കുന്നത് ഗ്രീഡാണ്, ആർത്തിയാണെന്നുള്ളതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണം. നമുക്കിപ്പോ ഗാസയിൽ 1.5 വർഷമായി വലിയൊരു ദുരന്തം, ഒരു ജനസൈഡ്, ഒരു വംശഹത്യ നടത്തുന്നുണ്ട്. ആ വംശഹത്യ നടത്തിയിട്ടും അവിടെ പാശ്ചാത്യ സമൂഹത്തിന്റെ കണക്ക് പ്രകാരം തന്നെ നിരന്തരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടും എന്താണ് അതിന്റെ റെസ്പോൺസ് ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് അതിനോടൊരു ഹ്യൂമൈൻ, ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു റെസ്പോൺസ് വരാൻ സാധിക്കാത്തത്? കാരണം അതിന് പിറകിൽ ലാഭമെടുക്കുന്ന 24 ബില്യനാണ് ഒരു വർഷം. 24 ബില്യൺ എന്ന് പറയുമ്പോൾ 2400 × 80 കോടി രൂപ, 2400 × 88 കോടി രൂപ, അത്രയും പൈസ ചെലവാക്കി അമേരിക്ക ആയുധങ്ങൾ അയക്കുന്ന സമയത്ത് ലോക്ക്ഹീഡ് മാർട്ടിൻ അല്ലെങ്കിൽ ജനറൽ മോട്ടോഴ്സ്, എൽബിറ്റ്സ് തുടങ്ങിയ ഇന്ത്യയിലെ റിലയൻസ്, ഇവരൊക്കെ അതിന്റെ ലാഭങ്ങൾ ചേർത്തെടുക്കുന്ന, അതിൽ നിന്ന് പങ്കെടുക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് എന്താകാൻ കഴിയില്ല, ആ മനുഷ്യപ്പറ്റോട് തടയാൻ കഴിയില്ല. മറിച്ച് അതിൽ നിന്ന് പിന്നെയും ലാഭം ഉണ്ടാക്കാൻ, അത് പുതിയ ആയുധങ്ങൾ അവിടെ പരീക്ഷിച്ചു നോക്കാൻ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കൊലപാതകം നടത്താമെന്നുള്ള പഠനം നടത്താനുള്ള ഒരു പരീക്ഷണ കളരിയായിട്ട്, ഒരു ഗിനിപ്പന്നികളായിട്ടാണ് അവരവിടെ കാണുന്നത്. വേറൊരു ഉദാഹരണം, വളരെ നമുക്ക് ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും. ഫലസ്തീൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് ആദ്യം അതിനെ എതിർത്തത് അയർലൻഡാണ്. ഇസ്രായേലിനെ എതിർത്തത് അയർലൻഡാണ്. ഇന്നും ഐറിഷുമായിട്ട് ഭയങ്കര ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ എതിർത്തത് എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഐറിഷിൽ നമ്മൾ ഈ ബ്രെയിൻ റോട്ട് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത് വാൾഡൻ എന്നുള്ള ഒരു നോവലിൽ ഹെൻറി ഡേവിഡ് തോറ എന്നുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം എപ്പോഴും മിനിമലിസം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ആളാണ്. അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു ഉണ്ട് പൊട്ടാറ്റോ റോട്ട്. പൊട്ടാറ്റോ പിന്നെ ബ്ലൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പൊട്ടാറ്റോ ഇങ്ങനെ മൊത്തമായി ചീഞ്ഞ് നശിക്കുന്ന ഒരു രോഗമുണ്ടായി. അങ്ങനെ വ്യാപകമായിട്ട് ക്ഷാമം ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടി ഗവൺമെന്റ് വ്യാപകമായി ശ്രമിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ബ്രെയിൻ റോട്ട്, നമ്മളെ ഇനി ബാധിക്കുന്ന ബ്രെയിൻ റോട്ടിനെ തടയാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് നൽകിയൊരു വാക്ക് അദ്ദേഹം യൂസ് ചെയ്തതാണ്. ബ്രെയിൻ റോട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്തതായി കാണാം. 1854 ഇറങ്ങിയൊരു പുസ്തകമാണ്. ആ ഒരു സമയത്ത് തന്നെ ഇംഗ്ലണ്ടിന്റെ കീഴിലാണ് ഇന്നത്തെ അയർലൻഡിലും ഇംഗ്ലണ്ടിലും വലിയൊരു പൊട്ടാറ്റോ ബ്ലൈറ്റ് ഉണ്ടായി, ക്ഷാമമുണ്ടായി. ആ ക്ഷാമമുണ്ടായ സമയത്തും ഇംഗ്ലണ്ട് ഒരു കോളനിവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യം, ഒരു ഭാഗമായിരുന്നു. അവിടെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സമയത്ത് കൂടി അവരുടെ പൊട്ടാറ്റോ കൊണ്ടുപോകാനാണ് അവിടുത്തെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. അവരുടെ ഒരു ക്യാപിറ്റലിസ്റ്റ് മെന്റാലിറ്റി, ഒരു ഗ്രീഡ് ശ്രമിച്ചത്. അന്ന് ഇവരുടെ ആ ഒരു നിസ്സഹായത കണ്ട്, ഇവര് പട്ടിണി കൊണ്ട് മരിക്കുന്നത് കണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ്, ഒട്ടോമൻ ചക്രവർത്തി, ഒരു വലിയൊരു സംഖ്യ വാഗ്ദാനം ചെയ്തു. ആ സംഖ്യ കൊടുക്കണ്ട, കാരണം അന്ന് ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്തത് വെറും 20,000 പൗണ്ടാണ്. ഇദ്ദേഹം 1 മില്യൺ പൗണ്ട് അങ്ങാണ്ട് കൊടുത്ത് വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷ് രാജ്ഞി കൊടുത്തതിനേക്കാൾ താഴ്ന്നത് കൊണ്ട് ഈ കൊടുക്കണ്ട, അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ആ ഒരു മനുഷ്യപ്പറ്റ, ആ ഒരു വിഷമം കണ്ട് സുൽത്താൻ അബ്ദുൽ ഹമീദ് 2-3 കപ്പലുകളിൽ നിറയെ ഭക്ഷണ സാധനങ്ങൾ കയറ്റി അയർലൻഡിലേക്ക് കൊടുത്തുവിട്ടു. ഡബ്ലിൻ, അവരുടെ തലസ്ഥാനത്തിന്റെ അടുത്ത് അവർ കപ്പൽ ഇറങ്ങി. ഇന്നും അവിടെ ആ ഒരു ചിഹ്നങ്ങളും അവരുടെ ഫുട്ബോൾ ക്ലബിലെ ആ ഒരു ഒട്ടോമൻ ചിഹ്നങ്ങളും മറ്റും നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ പറയുന്ന 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ഗ്രീഡിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒന്ന് അവരുടെ ആർത്തി, അവരുടെ മനുഷ്യപ്പറ്റില്ലാത്ത ആർത്തി കൊണ്ടുവരുന്നു. മറ്റൊന്ന് അവരെന്താകുന്നു, നല്ല വികസനം ഉണ്ടാക്കുന്നു, അതേസമയം മനുഷ്യപ്പറ്റുന്ന ഒരു സംഭവം കൊണ്ടുവരാൻ നോക്കുന്നു. വേറൊരു ഉദാഹരണം കൂടി ഇതിനുമായിട്ട് ചേർത്തി പറയാം. ഇന്ത്യയിൽ ക്ഷാമം എന്നുള്ളത് പലപ്പോഴും നടന്നിട്ടുണ്ട്. ഈ ക്ഷാമം ഔറംഗസീബ് ചക്രവർത്തിയുടെ കാലത്ത് മൺസൂൺ ഫെയിലർ വന്ന് വലിയ ക്ഷാമം ഉണ്ടായി. പക്ഷെ ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല. ഷാജഹാനെ നമുക്കറിയാം, വ്യാപകമായി നിർമ്മിതികളൊക്കെ നടത്തിയാണ്. ഖജനാവ് തന്നെ കാലിയാക്കിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാലത്തും 2 ക്ഷാമം ഉണ്ടായി. എന്നിട്ടും വ്യാപകമായിട്ട് മരണം ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ തൊട്ടുടനെ 1770, 1707, 770 വ്യത്യാസം, ഒരു 50 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഒരു ക്ഷാമമുണ്ടായി. അന്ന് 1/3 ജനങ്ങൾ ബംഗാളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അവരെ നശിപ്പിച്ച്, അവരെ എന്താക്കി, ആ നാട്ടിൽ നിന്ന് മുച്ചൂടുമില്ലാണ്ടാക്കി. പല ഗ്രാമങ്ങളും വിജനമായി. നമ്മൾ കേരളത്തെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കി. കേരളത്തിൽ ഇപ്പോൾ 3,33,00,000 ജനങ്ങളുണ്ട്. 1,11,00,000 ജനങ്ങളും കൊല്ലപ്പെട്ട് എല്ലാ സ്ഥലത്തും മൃതദേഹങ്ങൾ അടിഞ്ഞ് പല നാടുകളിലും പൂനു ടൗണൊക്കെ വിജനമാകുന്ന ഒരു അവസ്ഥ ചിന്തിച്ചാൽ മനസ്സിലാകും. അത്രയും ഒരു ദുരന്തം ഉണ്ടായിട്ടും അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതൊരു പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കാനോ കാണാനോ ഉള്ള ഒരു ശക്തി ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ചരിത്രങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് ഈ ജയൻസുകളുടെ ഒരു മെന്റാലിറ്റി എപ്പോഴും ഗ്രീഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഉദാരവാദം എപ്പോഴും ഒരു നല്ല മനുഷ്യാവകാശങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ബോഡി, നമ്മുടെ പ്രൈവറ്റ് നമ്മളെ സ്വകാര്യത തുടങ്ങിയ പച്ചപ്പട്ടി അവർ കൊണ്ടുവരുന്ന കാളകൂട വിഷമം എന്നുള്ളത് ഇത്തരം ആർത്തി കൊണ്ടുണ്ട അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിന്റെ വൃത്തികെട്ട അംശങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വൃത്തികെട്ട ആ സ്വഭാവങ്ങൾ നമ്മളെ ഇൻഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കുന്നതാണ് ഈ ഒരു ഡ്രീലും റിയലും കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന പ്രതിസന്ധി. ഹുസൈൻ സാർ പറഞ്ഞ പ്രകാരം നമുക്കറിയാം, അവര് അറ്റൻഷൻ സ്പാൻ ഒരു 15 സെക്കൻഡുള്ള വീഡിയോസ്, അതാണല്ലോ ഷോർട്സും റീൽസുകളിലൊക്കെ ഉണ്ടാകുക. അതിനെ ഡോപ്പമിൻ ലൂപ്പ് എന്നൊരു ടേമാണ് യൂസ് ചെയ്ത് കാണുന്നത്. ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിലൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. നമുക്കൊരു പുതിയ സാധനം കാണുമ്പോൾ, ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ, ഒരു സാധനം കിട്ടുന്ന സമയത്ത് നമുക്കത് കാണാനുള്ള ഒരു ത്വര, അതിനോടുള്ള ഒരു താല്പര്യം നമ്മളെ തലച്ചോറ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനൊരു സുഖ ഫീലിംഗ്, ഒരു പ്ലഷർ ഫീലിംഗ് നമുക്കിതുണ്ടാവും 15 സെക്കൻഡ് കൊണ്ട്. പിന്നെ അടുത്തത് കാണാൻ വേണ്ടി പിന്നെയും അതെന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ഡോപ്പാമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ലൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ഒരു സ്റ്റിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മെ തളച്ചിടുന്ന സാഹചര്യം റിപ്പീറ്റ് ചെയ്ത് നാം ഒരൊറ്റ സാഹചര്യത്തിൽ ഇങ്ങനെ തളച്ചിടപ്പെടുന്ന, നാം ഒരു മോണോട്ടേസ്, ഒരു ഹോമോജിനസ് ആയിട്ടുള്ള, പറയുന്നത് ഒന്നുകിൽ ഒരു സമയമായിരിക്കാം. നാം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു സാധനം ഒന്ന് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ നാം അതിൽ തന്നെ നിൽക്കുക. അതല്ലെങ്കിൽ ഒരേ രൂപത്തിലുള്ള കണ്ടന്റ്. നമുക്കിപ്പോൾ ചില ആളുകൾക്ക് ഒരു കോമഡി ആയിട്ടുള്ള കണ്ടന്റ് അത് മാത്രം കണ്ട് അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ, ചില ആളുകൾ എന്തെങ്കിലും ഒരു നോവല് അതിങ്ങനെ വായിച്ച് അതിൽ തന്നെ നിൽക്കുക. ഇങ്ങനെ ഒരേ രൂപത്തിൽ നമ്മളെ തളച്ചിട്ട് നമ്മുടെ മസ്തിഷ്കത്തിന് അതിൻ്റെ ആ ഒരു ക്രിയേറ്റീവായിട്ട്, ബ്രെയിൻ റോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്നുള്ള, നമുക്കുണ്ടാകുന്ന നിർമ്മാണാത്മകത എന്നുള്ളതാണ്. ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ചെയ്യാനോ പ്രവർത്തിക്കാനോ ഉള്ള ക്ഷമത തകർക്കുന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അതിൽ ഗവൺമെന്റ് തലത്തിൽ അവർക്കൊന്നും ചെയ്യാൻ വളരെ നിസ്സഹായത ഉണ്ട്. ഇനി നമുക്ക് ഈ ഡോപ്പാമിൻ ലൂപ്പൊക്കെ യൂസ് ചെയ്ത് ആ എഫക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപകമായി അൽഗോരിതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കമ്പനികൾ നമ്മളെ തളച്ചിടുന്നുണ്ട്. നമ്മളെ പിന്നെയും അതിലേക്ക് തന്നെ അഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒരു സ്വാഭാവികമെന്ന അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു നിഷ്കളങ്കമായ തെറ്റൊന്നുമല്ല, കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളെ സമയം അതിനെ കാൽ നെറ്റ്വർത്ത് അദ്ദേഹം ഒരു ഡിജിറ്റൽ മിനിമലിസം എന്നൊരു പുസ്തകം എഴുതിയ അദ്ദേഹം അതിൽ പറയുന്ന ഒരു പ്രധാന വാക്കാണ്, അവർ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ്, നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ്, നമ്മുടെ ഏറ്റവും അമൂല്യമായ നമുക്ക് വേണ്ട നമ്മളെ ഒരു വിഭവം എന്നുള്ളത് അവർ അറ്റൻഷൻ എന്നാണ് അവർ പറയുന്നത്. ഈ അറ്റൻഷനെയാണ് ഇവരെന്താകുന്നത് പരമാവധി കുറച്ച് ചെയ്ത് ചിപ്പ് ചെയ്ത് ഡിമിനിഷ് ചെയ്ത് അതിനെ നശിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വരുന്നത്. അപ്പൊ നമുക്കറിയാം, മിൻഹാജിന്റെ തുടക്കത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 44 വർഷം ജീവിച്ച അദ്ദേഹം വിജ്ഞാനം കൊണ്ട് വ്യാപരിച്ചത് കാരണം കൊണ്ട് ജീവിതം തന്നെ മറന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുക്കുന്ന സമയത്ത് ഓരോ ദിവസവും 16, ജനിച്ചത് മുതലുള്ള ഓരോ ദിവസവും 16 പേജ് വെച്ച് എഴുതിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നഫായിസുൽ ഔഖാത്ത് എന്നുള്ള ഒരു വേർഡ്, വ ഔലമ ഉംഫിഖത്ത് ഫീഹി നഫായിസുൽ ഔഖാത്ത്.
ആ സമയത്തിനുള്ള വാല്യൂ, അമൂല്യമായ സമയം എന്നുള്ള ടേം അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. അടുത്തൊരു ടൈമിൽ അതിൻ്റെ ഒരു ഇസ്ലാമികമായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മെ അതെങ്ങനെ ഡയറക്റ്റായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇതിൻ്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് സാറ് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ ഒരു കോഗ്നിറ്റീവായിട്ട് നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കുന്നുണ്ട്. വിശിഷ്യ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മുടെ തലച്ചോറിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ് തലച്ചോറിൻ്റെ മുൻവശത്തുള്ള നമ്മളെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന, ക്രിയേറ്റീവായി നിർമ്മിക്കാൻ കഴിയുന്ന തലച്ചോറിന്റെ ഭാഗമാണത്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെയാണ് ഏറ്റവും അധികം എന്താകുന്നത്, ബ്രെയിൻ റോട്ട് ബാധിക്കുന്നത്. ബ്രെയിൻ റോട്ട് ബാധിക്കുമ്പോൾ നമുക്ക് പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, കുറച്ച് വെച്ച് പറയാണ്. സംഭവം ഒന്ന് ഡൂം ട്രോളിങ് എന്നുള്ള, ഡൂം സ്ക്രോളിങ് എന്നുള്ള നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത്, കോവിഡ് സമയത്ത് വ്യാപകമായിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ അതിങ്ങനെ കണ്ട് പിന്നെയും അത് കണ്ട് അതിൽ അഡിക്റ്റ് ആകുന്നു. അതിനോട് നാം താതാത്മ്യപ്പെടുന്നു. ഫസ്റ്റ് അത് താതാത്മ്യം. നെഗറ്റീവായ ഇൻഫർമേഷൻ നമുക്ക് ആദ്യം അതിനോട് ഒരു അറപ്പാണ് ഉണ്ടാകുക, ഒരു വെറുപ്പ്, അല്ലെങ്കിൽ അതിനോട് ഒരു ഇൻഹിബിഷൻ നമുക്കുണ്ടാവും, വേണോ എന്നുള്ളത്. പക്ഷെ അത് കണ്ട് അത് നമുക്ക് എന്താവും, അതിനോട് താതാത്മ്യപ്പെടും. പിന്നെ അത് നാം അതിന് അഡിക്റ്റ് ആവും. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഹദീസ് ഉണ്ട്, അവസാന കാലഘട്ടങ്ങളിൽ പൊതുനിരത്തുകളിൽ പോലും ജനങ്ങൾ ഇൻഅപ്രോപ്രിയേറ്റുള്ള ആക്ടിവിറ്റീസ് നടത്തുമെന്ന ഹദീസ് ഒരു 20-15 കൊല്ലം മുമ്പ് കേട്ടപ്പോൾ, ആ ഹദീസ് ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് എനിക്ക് അത്ഭുതമായിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്ക് ഇത് നടക്കുമോ? പൊതുസമൂഹത്തിൽ വഴികളിൽ എന്ത് ചെയ്യുമോ? അത് ചെയ്യുന്ന സമയത്ത് ഒന്ന് മാറി നിന്നൂടെ എന്ന് പറയുന്നവനാണ് ഈമാനുള്ളത് എന്നുള്ളൊരു ആശയത്തിലുള്ള ഹദീസ് ഉണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷെ ഇന്ന് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സ് പോലും താതാത്മ്യപ്പെട്ട് വന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ സംഭവിക്കാം. അത് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. നോർമലൈസ് ചെയ്തപ്പെട്ട് നാം അതിനോട് സമീകരിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. ഇതൊക്കെയും ബ്രെയിൻ റോട്ടിന്റെ ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അതിൻ്റെ ഒരു നൈതികപരമായിട്ട് നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതിൻ്റെ ഒരു അനുരണനങ്ങളാണ് നമുക്കുണ്ടാകുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പാട്ടുകൾ, നമ്മുടെ മറ്റു പ്രവർത്തികളൊക്കെ ഒരു ഫ്ലാഷി ആയിട്ട്, കുറച്ച് ക്യാച്ചി ആയിട്ട്, കുറച്ച് നോയ്സി ആയിട്ട്. ക്യാച്ചി ആയിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആളുകളെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തും കാട്ടിക്കൂട്ടുക, പിന്നെ നോയ്സി ആയിട്ട് എന്തെല്ലാമോ ബഹളങ്ങൾ വെച്ച് കൂട്ടുക. അതിന്റെ കാര്യം എന്താണ്, കാര്യം എന്തല്ല എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്സ് പോലും അറിയാണ്ടായി പോകുന്നു. അത് നമ്മളെ പോലും വ്യാപകമായി ബാധിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയുന്നതാണ്. അപ്പൊ നമ്മുടെ പാട്ടുകളായാലും മറ്റൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്, പ്രസംഗങ്ങളായാലും ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ഇവിടെ നാം സംസാരിക്കുന്നത് പോലും മാന്യമാണോ അമാന്യമാണോ, അതിന് സാങ്കത്യമുണ്ടോ, അത് അതിനൊരു സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ, ഈ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നാം മാറുന്നുണ്ട്. അതിനെതിരെ നാം എന്താകണം? ആക്റ്റീവായിട്ട് തന്നെ. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പാരന്റിങ് ക്ലാസ്സുകളിലൊക്കെ ഫസ്റ്റ് പറയുന്ന പോയിന്റ്, പാരന്റിങ്, കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രക്രിയയൊന്നും ആകരുത്. കുട്ടികളെ വളർത്തുന്നത് മുഴുവൻ നാം പ്ലാൻ ചെയ്ത് കുട്ടികളുടെ ഓരോ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ മുന്നിട്ടിറങ്ങണം. അല്ലാണ്ട് കുട്ടികളെ നാം അഴിച്ചുവിടുക, അല്ലെങ്കിൽ അവരെ ഇന്നത്തെ ഈ സമൂഹത്തിൽ തുറന്നു വിട്ടാൽ അവരെന്തെല്ലാമോ കണ്ട് അവർ ഉണ്ടാകുന്ന ആ മിസ്റ്റേക്കുകൾക്ക് ഒന്നാമത്തെ ഉത്തരവാദി നാമാണ്. കാരണം നാം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാന ഗുണം എന്നുള്ളത്, ഇങ്ങനത്തെ സ്ഥാപനങ്ങളുടെ ഒരു പ്രധാന ഗുണം എന്നുള്ളത്, ഒരു അന്തരീക്ഷം ഒരു ക്രിയേറ്റ് ചെയ്യണം. ഈ അന്തരീക്ഷത്തിലൂടെ തെറ്റ് ശരി കണ്ടെത്താനും അതിനുള്ള ഒരു നയ ശൈലി, അതിനുള്ള ഒരു പോളിസി, എങ്ങനെ നമുക്ക് തെറ്റ് കണ്ടെത്താം, അതിന്റെ ഭാഗമാണ് ഈ ചർച്ചയും. അത് എങ്ങനെ നമുക്ക് ടിപ്സുകൾ, ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ, നമ്മളെ സമയങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന, അത് ഹുസൈൻ സാർ അത് പറയും. ഇങ്ങനത്തെ കാര്യങ്ങൾ നാം ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു അന്തരീക്ഷത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ ചർച്ചകളും വരുന്നത്. അപ്പൊ ഇതിലൂടെയാണ് നാം ഇതിനെ ആക്റ്റീവായിട്ട് നാം റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, പറയും എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നമ്മളെ ഇപ്പൊ നിങ്ങൾ ആ വേദിയിലെ ആ ഭാഗത്തൂടെ ഇങ്ങോട്ട് കയറി വരികയാണ്. ഇങ്ങോട്ട് ഒരാൾ നടന്നു വന്ന ശേഷം ഇതിനകത്ത് കുറെ കസേരകൾ എംപ്റ്റി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കസേരയിൽ ഇരിക്കുന്നു എന്നാരാ തീരുമാനിക്കുന്നത്? അത് സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചുവന്ന കസേരയുണ്ട്, നീല കസേരയുണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡ് ഉണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏതായാലും ആദ്യം കാണുന്ന കസേരയിൽ ആരും ഇരിക്കുന്നില്ല.
അവസാനത്തെ കസേരയിലേക്ക് വരുന്നില്ല. അതിന്റെ ഇടയിലുള്ള ഒരു കസേരയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അത് ചില നമുക്ക് കാണാം, ഇങ്ങനെ ഒരു കസേര മറിഞ്ഞു വെച്ച് ഇങ്ങനെ അങ്ങോട്ടാക്കിയിട്ടൊക്കെ നടന്നു പോയിട്ട് ഒറ്റക്കുള്ളൊരു കസേരയിൽ ഇരിക്കും. ആരുടെയും കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. നമുക്കൊരു നോർമൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. നമ്മളെ നോർമൽ ആയിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നമ്മൾ എല്ലാ വിഷയത്തിലും ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുകയാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുകയാണ്, ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്യാണ്. ഇതിനാണ് നമ്മൾ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയാം. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നടക്കുന്ന എല്ലാ കാര്യങ്ങളും നേരത്തെ മക്തൂബാണ്, അതിങ്ങനെ നടന്നോളും എന്ന്, എനിക്കതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, എനിക്കതിനകത്ത് തീരുമാനങ്ങളൊന്നുമില്ല എന്നുള്ളൊരു ചിന്ത. അതല്ല, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്, എനിക്ക് ഇഖ്തിയാറുണ്ട്, എനിക്കതിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. എനിക്ക് ഇന്ന കസേര നീല ചുവന്നതൊക്കെ ഞാൻ തീരുമാനിക്കുന്നതാണ്, എനിക്ക് അവിടെ പോയി തീരുമാനിച്ചാൽ എനിക്ക് അവിടെ പോയി ഇരിക്കാം എന്ന് പറയുന്ന ഈ ചിന്ത, ഈ രണ്ട് ചിന്തകൾക്കിടയിലാണ് നമ്മുടെ ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരുന്നത്. ഞാൻ എന്നെ നിയന്ത്രിക്കുന്നുണ്ടോ അല്ല നേരത്തെയുള്ള ഒരു കാറ്റിനനുസരിച്ച് ഞാൻ ഇങ്ങനെ പോവുകയാണോ? നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതോടുകൂടി നമുക്ക് കുറെ കാര്യങ്ങൾ അതിജയിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ ഈ പറയുന്ന അജണ്ടകളും സ്വാഭാവിക സംവിധാനങ്ങളും അസ്വാഭാവികമായി വരുന്ന എല്ലാ സംവിധാനങ്ങളെയും അതിജയിക്കാനുള്ള ആദ്യത്തെ ടൂൾ ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ഇവിടെ ഐ ഹോൾഡ് ദ ഓണർഷിപ്പ്. എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റും. ഞാൻ രാവിലെ ഈ സാധനം എടുത്തിട്ട് മാറ്റി വെച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. ഞാനിതെങ്ങനെയാ ചെയ്യുക എന്ന് ആലോചിക്കുന്നിടത്തല്ല, എനിക്കിതിന്റെ ഡിസിഷൻ എടുക്കാം, ഇതെവിടെ കട്ടെ, ഈ ആപ്പ് തൽക്കാലം ഞാൻ ഒഴിവാക്കുകയാണ്, ഈ ആപ്പ് വേണ്ട, ഇതിനെ കൊണ്ട് എനിക്ക് പറ്റില്ല, ഇതിനകത്ത് എനിക്ക് നിയന്ത്രണങ്ങൾ, ഞാനാണ്, ഐ ആം ദ ഡിസിഷൻ മേക്കർ എന്ന ചിന്ത വരുന്നതോടുകൂടി ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ദുരന്തങ്ങൾ കേട്ടുകൊണ്ട് എനിക്കൊരു കൗൺസിലിങ്ങിന് വന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുല്ലപ്പെരിയാറ് പൊട്ടുവെന്ന് പേടിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രശ്നമാണ് സാറേ, രാത്രി എങ്ങാനും മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചിരിയാണ് വരിക. മുല്ലപ്പെരിയാർ എവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു, ഇവർ കുറെ നാളായിട്ട് മുല്ലപ്പെരിയാറിന്റെ, ഇത് അടുത്താട്ടോ മുല്ലപ്പെരിയാർ, ആ സമയത്ത് അത്യാവശ്യം എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ആൾക്കാർ വിട്ടുപോയി. ഈ മൈക്ക് ചാനലുകാരത്തിന്റെ താഴെ നിന്നിട്ട് ഇപ്പൊ പൊട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതൊരു 3 മാസം മുമ്പാണ് ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് വരുന്നത്, സാറേ ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നത്. അതേപോലെ തീയട്ടെ. ഈ രീതിയിൽ മനുഷ്യന്മാർക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടിട്ട്. വേറൊരു ഉദാഹരണം പറയാം. ഒരു 10 വർഷം, ഒരു 20 വർഷം മുമ്പ് വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടെത്തിയ ഒരു കുട്ടി എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുറത്തു നിന്നിട്ട് ആ ബാഗ് ഉള്ളിലേക്ക് എറിയും. സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാം. പുറത്ത് നിന്നിട്ട് വാതിൽക്കൽ നോക്കിയിട്ട് ഒരു എറിഞ്ഞിട്ട് ഒന്നുകിൽ അതേ ചെരുപ്പിൽ അല്ലെങ്കിൽ അതേ ഡ്രസ്സിൽ ആ കുട്ടി ഓടി അടുത്തുള്ള പറമ്പിലൊക്കെ കളിച്ച് മരത്തിലൊക്കെ കയറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലൊരു ഗൈഡ് ലൈൻ ഇട്ട് മഗ്‌രിബ് വാങ്ങി കൊടുക്കുമ്പോൾ കുട്ടി തിരിച്ചു വരണം. ഇതാണ് അവിടുത്തെ ഒരു എക്സ്പെക്ടേഷൻ. സാധാരണ ഒരു നാട്ടിൻപുറത്തെ വീടാ ഞാൻ പറയണേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാ ഞാൻ വിശ്വസിക്കുന്നു, ഞാനായിരുന്നു. ഇങ്ങനെ ഓടി എല്ലാം കളിച്ച് തിരിച്ചു വരുന്നത് വരെ ഉമ്മാക്കൊരു ടെൻഷനും ഇല്ല. ഈ ബാഗ് കണ്ടാൽ തന്നെ ഉമ്മാക്കൊരു സന്തോഷമാണ്, എത്തിയിട്ടുണ്ട്. വൈകുന്നേരം വരും, മഗ്‌രിബ് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുന്ന സമയത്ത് വരുമ്പം അടിക്കാനുള്ള വടി വെട്ടിയിട്ടാണ് ആര് കാത്തു നിൽക്കുന്നത്? ഉമ്മ കാത്തു നിൽക്കുന്നത്. ഉമ്മാക്കൊരു ബേജാറുമില്ല. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് 5:30 മണിക്ക് വരേണ്ട സ്കൂൾ ബസ് ഒരു 5:45 കഴിഞ്ഞാൽ ഉമ്മാക്ക് എത്ര ബേജാറുണ്ട്? ഉമ്മ ആരൊക്കെ വിളിക്കും? ഉടനെ എത്ര വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും? 6 മണിയായി കഴിഞ്ഞാൽ 7 മണിയായി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. ഇത്ര ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മെന്റൽ ഈ പറയുന്ന ട്യൂണിങ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ ആകാംക്ഷക്കും നമ്മുടെ ആശങ്കക്കും ഒക്കെ ഈ കാണുന്ന നെഗറ്റീവ് വാർത്തകൾ കുട്ടിയെ എങ്ങനെ പുറത്തു വിടുക? ഭയങ്കര പ്രശ്നമാണ് സാറേ. പുറത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ? അറിഞ്ഞതാണ് കുഴപ്പം. അറിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്റും ഉണ്ടാവും, ഒരാൾ നന്നായി ജീവിച്ചു കൊണ്ടാവും. അപ്പൊ ഈ അറിയുക എന്നുള്ളത്, ഇൻഫർമേഷൻ ഓവറായിട്ട് പ്രോസസ്സ് ചെയ്യുക, കുറെ കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന, പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പേടി, ആശങ്ക ഒക്കെ ഉണ്ടാവും. അതൊന്നും അല്ല, ഇതൊക്കെ ഞാൻ വിചാരിച്ചെടുത്ത് നിൽക്കുന്നിടത്ത്
അത്രേ ഉള്ളൂ, ഇതിങ്ങനെ ഞാൻ തീരുമാനിച്ചതുപോലെ ഐ കോൾ ദ ഡിസിഷൻ. ഒരു മനുഷ്യൻ ഒരു ആവറേജ് കണക്കനുസരിച്ചിട്ട് ഒരു ദിവസം ഒരു 10-30,000 ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ്. 10-30,000 ഡിസിഷൻ നമ്മൾ ചെറിയ ഡിസിഷൻ, ഇരിക്കുന്നിടത്ത് എണീക്കണമെന്ന് തീരുമാനിക്കുന്നു, വലത്തെ കൈ എവിടെ വെക്കണമെന്ന് തീരുമാനിക്കുന്നു, മൂക്ക് ചൊറിയണമെന്ന് തീരുമാനിക്കുന്നു, തൊപ്പിയ തലകെട്ട നേരെ, ഇതൊക്കെ നമ്മൾ ഡിസിഷൻസ് ആണ്. നമുക്ക് മാറ്റാൻ പറ്റും, വേണ്ടെങ്കിൽ വേണ്ടാൻ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെ ഉള്ളൂ. അതുപോലുള്ള സംവിധാനങ്ങൾ ഈ ഡിസിഷൻസിൽ നമ്മൾ കൊണ്ടുവരിക. ഇത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റും എന്ന വിശ്വാസം ആദ്യം ഉണ്ടാകുന്നതോടുകൂടി നമുക്കൊരു സ്റ്റെപ്പ് പൂർത്തിയായി. ഐ ക്യാൻ മാനേജ് ദിസ്. ഇനി 2, അത് എംപവർ ചെയ്യാനുള്ള ടൂൾസ്. അതിപ്പോൾ സാർ നേരത്തെ പറഞ്ഞത്, സാർ നന്നായിട്ട് ആ വിഷയങ്ങളോട് പറയും എന്തൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സാധനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, എംപവർ ചെയ്യാൻ പറ്റും എന്നുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. 3, നമ്മൾ ഇതൊന്നും അറിയാത്തവരായി മാറിപ്പോവുകയും ചെയ്യരുത്. ഒരു സമൂഹത്തോട് സംവദിക്കുന്ന സമയത്ത് ആ സമൂഹത്തിന്റെ ഭാഷ, അവരുടെ ആംഗിൾ, അവരുടെ പ്രയോഗങ്ങൾ ഒക്കെ അറിയണം. ആ രീതിയിൽ അത് അറിയുന്നതോടുകൂടി എൻ്റെ നിയന്ത്രണങ്ങൾ ഇതിന്റെ മുകളിലാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു നിയന്ത്രണം നമുക്ക് സാധ്യമാകാൻ പറ്റുക. നമുക്കിതിനെയൊക്കെ സ്വാംശീകരിച്ച് തോൽപ്പിക്കാൻ പറ്റും. ഇതിനൊന്നും എതിർത്ത് തോൽപ്പിക്കേണ്ട സാധനങ്ങളല്ല, എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. തോൽപ്പിക്കേണ്ടത് സ്വാംശീകരിച്ചിട്ടാണ്. സ്വാംശീകരിച്ച് തോൽപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ മികവ് മുകളിൽ നിൽക്കണം. എങ്കിലേ സ്വാംശീകരിക്കുന്ന സാധനം ആ വഴിക്ക് പോവുള്ളൂ, നമ്മുടെ മികവ് മുകളിൽ നിൽക്കുകയും ചെയ്യുള്ളൂ. ആ രീതിയിലുള്ള ആലോചനകൾ നിർബന്ധമായും നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ പാനലിന് പറ്റുമെങ്കിൽ അത് നന്നാവും. സാറ് സംസാരിച്ച ശേഷം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കുട്ടി വരികയാണ്, ആ കുട്ടിക്ക് കുറേ കസാലകളുണ്ട്, ആ കുട്ടിയാണ് ആ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത് ഏത് കസാലയിൽ ഇരിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മളെ വെർച്വൽ വേൾഡിൽ ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും അങ്ങനെ കുറേ ചെയർ ഉണ്ടെന്ന് വിചാരിക്കുക, എംപ്റ്റി ചെയർ ഉണ്ട്. പക്ഷേ നിങ്ങളെ മുന്നിൽ ഒരു ചെയർ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ യു ആർ ഫോഴ്സ് ടു സിറ്റ് ഓൺ ദാറ്റ് ചെയർ. അതാണ് ഈ ആൽഗോരിതം നടത്തുന്നത്. കുറേ കണ്ടന്റ്സ് ഉണ്ട്, വാല്യുബിൾ കണ്ടന്റ്സ് ഉണ്ട്, ഇൻവാല്യുബിൾ കണ്ടന്റ്സ് ഉണ്ട്. നമ്മൾ എന്ത് കാണണം എന്നുള്ളത് ഈ ആൽഗോരിതം ഡിസൈഡ് ചെയ്യുന്നു. അത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ എക്സാമ്പിൾ മനസ്സിലായോ? ഇപ്പൊ 10 കസാല ഉണ്ട്, ആ 10 കസാല 9 കസാലയും ബ്ലൈൻഡ് ഔട്ട് ആക്കുകയാണ്. നമ്മളെ മുന്നിൽ ഒരു കസാല മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിൽ മാത്രം ഇരിക്കും. അതേപോലെ ആ ടൈപ്പ് കണ്ടന്റ് മാത്രം നമ്മൾ വാച്ച് ചെയ്യും. ഇത് മെയിൻലി ഇതിന് പറയുന്ന പേര് റെക്കമെൻഡേഷൻ സിസ്റ്റം എന്നാണ്, റെക്കമെൻഡേഷൻ ആൽഗോരിതംസ്. പണ്ടൊക്കെ നമ്മൾ പിന്നെ ഒരു ഹോട്ടലിനെ പറ്റി അഭിപ്രായം ചോദിക്കും നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ വെർച്വൽ വേൾഡിൽ നമ്മൾ മില്യൺസ് ഓഫ് യൂസേഴ്സ് എന്നാണ് ഈ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് പല ഹോട്ടലിന്റെയും ഫുഡിന്റെ ഒക്കെ ഫീഡ്ബാക്ക് നോക്കി അതിന്റെ പ്രിഫറൻസ് നോക്കി നമ്മളെ ഇഷ്ടം മറ്റാളെ ഇഷ്ടമായിട്ട് മാച്ച് ചെയ്യണമെന്ന് നോക്കുന്ന ആ സമ്പ്രദായത്തിനാണ് ഈ റെക്കമെൻഡേഷൻ ആൽഗോരിതം എന്ന് പറയുന്നത്. അത് 2 ടൈപ്പിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കൊളാബറേറ്റീവ് ഫിൽട്ടറിംഗ് ആൻഡ് കണ്ടന്റ് ബേസ്ഡ് ഫിൽട്ടറിംഗ്. കൊളാബറേറ്റീവ് ഫിൽട്ടറിംഗ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഞാൻ KFC ലൈക്ക് ചെയ്യുന്നുണ്ട്, അൽഫാമും ലൈക്ക് ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ബർഗർ ലൈക്ക് ചെയ്യും. അപ്പൊ എനിക്ക് നമ്മളെ ആൽഗോരിതം നമുക്ക് ബർഗറിന്റെ ഫോട്ടോ നമുക്ക് കാണിച്ചു തരിക. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാർ വേറെ ബർഗർ ലൈക്ക് ചെയ്തുകൊണ്ട് ഞാനും ലൈക്ക് ചെയ്യുന്നുള്ളത് ആൽഗോരിതം വിചാരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബർഗറിന്റെ ഫോട്ടോസും ബർഗറിന്റെ വീഡിയോസും അയച്ചു തരാം. അതിനാണ് കൊളാബറേറ്റീവ് ഫിൽട്ടറിംഗ്. അതിപ്പോ ഒരു ഫ്രണ്ട് അല്ല, മില്യൺസ് ഓഫ് ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സും ഫോളോവിങ് ആൾക്കാരും അവരൊക്കെ ക്രോസ് റിലേഷൻ വെച്ചിട്ട് മില്യൺസ് ഓഫ് കോമ്പിനേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ മില്യൺസ് ഓഫ് കോമ്പിനേഷൻസ് എന്തൊക്കെ ലൈക്സ് ആണ് കോമൺ ആയിട്ടുള്ളത്, ആ കോമൺ ലൈക്സിനെ പറ്റിയുള്ള കണ്ടന്റ് നമുക്ക് അയച്ചു തരും. അതാണ് കൊളാബറേറ്റീവ് ഫിൽട്ടറിംഗ്. അതൊരു റെക്കമെൻഡേഷൻ സിസ്റ്റം ആണ്. പിന്നെ അടുത്തത് കണ്ടന്റ് ബേസ്ഡ് സിസ്റ്റം. സപ്പോസ് ഞാനൊരു മമ്മൂട്ടി മൂവി വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രാവശ്യം മമ്മൂട്ടി ആക്ട് ചെയ്ത ഒരു മൂവി വാച്ച് ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് കാണിക്കുന്നത് മമ്മൂട്ടി ആക്ട് ചെയ്ത മൂവി മാത്രമേ വീണ്ടും എനിക്ക് സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് തരികയാണ് ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം ഒക്കെ കാര്യങ്ങൾ. കാരണം അത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കണ്ടന്റ്. ബേസ്ഡ് ഓൺ കണ്ടന്റിൽ കുറെ സിമിലാരിറ്റി. അപ്പം ഈ മൂവിയിൽ ഇന്ന ആക്ടർ ഇന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഈ ആക്ടർ അനദർ മൂവിയും ഞാൻ ലൈക്ക് ചെയ്യുന്നുള്ളത് അസംഷനിൽ അവർ നമ്മൾ സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ആ 2 സജഷൻ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ മൂവി കണ്ടു, അല്ലെ ആദ്യത്തെ ഷോർട്സ് കണ്ടു, സിമിലർ ഷോർട്ട് നമ്മൾ വീണ്ടും കണ്ടു. അപ്പൊ നമ്മൾ ആ പാറ്റേൺ ഈ ആൽഗോരിതം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഡാറ്റ ബേസ് ചെയ്തിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഡാറ്റ ഈസ് ദ ഫ്യൂവൽ.
ഈ കമ്പനികളിലൊക്കെ ഹെൽ ലോട്ട് ഓഫ് ഡാറ്റ നമ്മുടെ അടുത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ലൈക്ക് ചെയ്യുന്നത്, നമ്മൾ കമന്റ് ചെയ്യുന്നത്, നമ്മൾ സ്ക്രോൾ ചെയ്ത്, അതൊക്കെ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇംപ്ലിസിറ്റ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളോട് കമ്പനി ക്യാപ്ചർ ചെയ്തത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, സ്ക്രോളിംഗ് പാറ്റേൺ. ചില ആൾക്കാരുണ്ടല്ലോ സ്ക്രോൾ ചെയ്തിട്ട് ഫാസ്റ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്യും. അപ്പൊ ഒരു വീഡിയോ നമുക്ക് ജമ്പ് ചെയ്യുന്നത് 5th വീഡിയോയിലായിരിക്കും, പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ 10th വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പം ഈ ഫസ്റ്റിന്റെയും 5ാമത്തിന്റെ ഇടയ്ക്കുള്ള 3 വീഡിയോസ് നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ ആൽഗോരിതം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അൺനെസസറി ആയിട്ട് ഈ 2nd തൊട്ട് 3rd വരെ 4th വരെയുള്ള വീഡിയോസ് റിമൂവ് ചെയ്യും. നമ്മളെ സ്ക്രോളിംഗ് പാറ്റേൺ അവർ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഫസ്റ്റിലെ വീഡിയോ നമ്മളെ ലൈക്കിനുള്ള കണ്ടന്റ് ആയിരിക്കും, 5th വീഡിയോ നമ്മളെ ഇൻട്രസ്റ്റിനുള്ള നമ്മളെ ടേസ്റ്റുള്ള ഒരു വീഡിയോ ആയിരിക്കും, 10th വീഡിയോ നമ്മളെ ഇൻട്രസ്റ്റുള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ നെറ്റ് എഫക്ട് നമ്മൾ 1st, 5th, 10th നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ലെവലിൽ വരെ, ആ സ്ക്രോളിംഗ് പാറ്റേൺ വരെ അവർ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി നമ്മൾ ഏത് ടൈമിലാണ് മാക്സിമം ടൈം നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ചില ആൾക്കാർ ഈവനിങ്ങിലായിരിക്കും, ചിലർ നൈറ്റിലേക്ക്. ആ നമ്മൾ വാച്ചിങ് ടൈം ഇവർ നോട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡിലാണോ ചെയ്യുന്നത്, പിന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ ഫുൾ ഡ്യൂറേഷൻ കാണുന്നുണ്ടോ, നമ്മൾ എത്ര പ്രാവശ്യമാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ മൈന്യൂട്ട് ഇൻഫർമേഷൻ വരെ അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ നടക്കുന്നത്. ഈ ഡാറ്റ വെച്ചിട്ട് മെഷീൻ ലേണിംഗ് ആൽഗോരിതം AI ടെക്നോളജി വെച്ചിട്ട് കുറെ പാറ്റേൺസ്, കോംപ്ലക്സ് പാറ്റേൺ കണ്ടുപിടിച്ച് ആ പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് നമുക്ക് വരും. അപ്പൊ നമ്മൾ ഒരേ ടൈപ്പുള്ള വീഡിയോ കാണുകയാണെങ്കിൽ അതേ ടൈപ്പുള്ള വീഡിയോ മാത്രമേ പിന്നെ നമുക്ക് വരുള്ളൂ. വേറെ എത്രയോ ഇൻഫർമേറ്റീവ് വീഡിയോ ഉണ്ട്, അതൊന്നും നമുക്ക് വരില്ല. ബിക്കോസ് സംഹൗ വി ലൈക്ഡ് ഇറ്റ് ഓർ വി കമന്റഡ്, ഓർ നമ്മൾ ആ വീഡിയോനെ ലൈക്ക് ചെയ്തില്ലെങ്കിലും വേറെ ഫോളോവേഴ്സിന്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്താലും, അങ്ങനെ ഈച്ച് ആൻഡ് എവറി ഇന്ററാക്ഷൻ അത് മാക്സിമം അവർ ഇന്ററാക്ഷൻ ലൈവ് ആക്കി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ആൽഗോരിതംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിന് വേറെ ടൈം പറയും, അവർ മെയിൻലി ആയിട്ട് യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്നാണ് പറഞ്ഞത്. ഒരു റിവാർഡ് ബേസ്ഡ് സിസ്റ്റം. നമ്മൾ എന്തെങ്കിലും ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ് കിട്ടില്ലേ, അല്ലെ നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ പോസ്റ്റിന് കുറെ ലൈക്ക് കിട്ടും, നമ്മൾ റിവാർഡ്. അപ്പൊ നമ്മളൊരു അങ്ങനത്തെ ടൈപ്പ് വീഡിയോ ഉണ്ടാക്കാനും ശ്രമിക്കും, അങ്ങനത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും മാക്സിമം ടെൻഡൻസി ഉണ്ടാവും. അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ആൽഗോരിതം, അതൊരു എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയില്ല. ഈ ആൽഗോരിതം ക്രിയേറ്റേഴ്സിന് അവരെ കണ്ടന്റ് മാക്സിമം റീച്ച് ചെയ്യാനുള്ള ടൂൾസ് പ്രൊവൈഡ് ചെയ്യണം. എന്നാലാണ് അതും റീസെന്റ് കണ്ടന്റ്, ട്രെൻഡിങ് കണ്ടന്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആൽഗോരിതം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറെ കേസിൽ നമ്മൾ വിചാരിക്കും, എനിക്ക് വേറെ ഒരു ഫോളോവേഴ്സ്, ഞാൻ ഫ്രഷ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തു, അപ്പൊ എനിക്ക് എങ്ങനെ ഈ ഫ്രഷ് പുതിയ കണ്ടന്റ് കിട്ടുന്നത്? അപ്പൊ നമ്മളെ ഹിസ്റ്ററി ഒന്നും അവരെടുത്തില്ല. ആ കേസിൽ അതിന് പറയുന്ന പേരാണ് കോൾഡ് സ്റ്റാർട്ട് എന്ന്. അപ്പൊ നമ്മളെ പ്രിഫറൻസ് ഒന്നും അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ കുറെ ട്രെൻഡിങ് വൈറലായ വീഡിയോസ് ഉണ്ടാവും, ബേസ്ഡ് ഓൺ ജിയോഗ്രഫി, ബേസ്ഡ് ഓൺ ദ ടൈം സോൺ. ആ സെറ്റ് ഓഫ് വീഡിയോസ് നമുക്ക് അയച്ചു തരും. നമ്മൾ അതിൽ 1-2 അറിയാതെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാൻ അത് റിലേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ഗ്രാജുവലി വി സ്റ്റാർട്ടഡ് adding followers and we have started following other friends. അപ്പൊ അവരൊക്കെ വാച്ച് ചെയ്യുന്ന വീഡിയോ, അവർ ലൈക്ക് ചെയ്യുന്ന വീഡിയോ നമ്മളെ ഫീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ അതിൽ കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും ഉണ്ട്, അത് നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെറുതെ നമ്മളെ ഈ ബ്രെയിൻ റോട്ട് എന്ന സ്റ്റേജിലോട്ട് കടന്നു പോവുക ചെയ്യുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഈ റെക്കമെൻഡേഷൻ സിസ്റ്റം, പണ്ടൊക്കെ റെക്കമെൻഡേഷൻ കൊളാബറേറ്റീവ് ഫിൽറ്ററിങ്ങും കണ്ടന്റ് ബേസ്ഡ് ഫിൽറ്ററിങ്, ഇപ്പം മെഷീൻ ലേണിംഗ് ആൽഗോരിതം വെച്ചിട്ടാണ്, ബോർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ആൽഗോരിതം റിഫൈൻ ചെയ്തത്. അത് കണ്ടിന്യൂസ് പ്രോസസ്, ഡേ ബൈ ഡേ ദേ കളക്ടിങ് ഡാറ്റ, ആ ആൽഗോരിതം വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ പിന്നെ ചില കണ്ടന്റ് അവർ AB ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അതായത് പിന്നെ ഒരു കണ്ടന്റ് തന്നെ 2 ഫോർമാറ്റിൽ അവർ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഏത് കണ്ടന്റ് ആണ് ആൾക്കാർ കൂടുതൽ വാച്ച് ചെയ്യുന്നത്, അപ്പൊ ടൈപ്പ് കണ്ടന്റ്, അതിന്റെ റെസൊല്യൂഷനോ അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം റേറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. ആണ് ആൾക്കാർ അധികം വാച്ച് ചെയ്യുന്നെങ്കിൽ പിന്നെ അവർ ടൈപ്പുള്ള കണ്ടന്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ടൈപ്പ് കണ്ടന്റ് മാത്രമേ നമുക്ക് നമ്മളെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഗെയിമിഫിക്കേഷൻ പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു റിവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റിക് ഒരു പോയിന്റിംഗ് സിസ്റ്റം, ആ പോയിന്റിംഗ് സിസ്റ്റം ഒക്കെ ഈ ആൽഗോരിതത്തിൽ ഉപയോഗിക്കുന്നു. നമ്മൾ എത്ര ടൈം വാച്ച് ചെയ്തു. അപ്പൊ ഒരാള് ഒരു 60 സെക്കൻഡ് വീഡിയോ തന്നെ സ്ക്രോൾ ചെയ്ത് കാണും, പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണുന്നുണ്ട്. സെയിം വേറെ ആള് അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. അപ്പൊ അയാൾക്കുള്ള എൻഗേജ്മെന്റ് കൂടുതലാണ് ഈ 60 സെക്കൻഡ് കംപ്ലീറ്റ് കാണുന്നത്. അപ്പം അയാൾക്ക് പിന്നെ വീഡിയോസ് വരുന്നത് അങ്ങനെ പിന്നെ ഫുള്ള് കാണുന്ന ടൈപ്പുള്ള വീഡിയോ ഈ ആൽഗോരിതത്തിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വീഡിയോസ് ആണ് പിന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പം ബേസിക്കലി ഇതിന്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റം യൂസിങ് ഫുൾ ഫ്രണ്ട് ലിസ്റ്റ്, ഫുൾ ഫോളോവേഴ്സ് ലിസ്റ്റ് എൻഡേഴ്സ്, അത് മില്യൺസ് ഓഫ് യൂസ്. അപ്പോൾ കോമ്പിനേഷൻ അതൊരു നോർമൽ പേഴ്സണ് കണ്ടുപിടിക്കാൻ പറ്റൂല. അത് മെഷീൻസ് വെച്ചിട്ടാണ് ആ പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് ആ പാറ്റേണിനെ ബേസ് ചെയ്തുള്ള പുതിയ പുതിയ ഫീഡ് നമ്മൾ ഇതിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ ആൽഗോരിതത്തിന്റെ ബേസ് പറയാനുള്ളത്. ഇനിയിപ്പം നമുക്കിത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത റൗണ്ടിൽ ഏകദേശം 1 മണിക്കൂറായി. അപ്പൊ നമുക്കൊരു കൺക്ലൂഡിങ് ഓക്കെ. എന്നാൽ നമുക്കിത് വി ഓൾ നോ ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട വി ആർ നോട്ട് ഗെയിനിങ് എനിത്തിങ്. നമ്മളെ ഹെൽത്ത് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ബ്രെയിനിന്റെ ഡിസിഷൻ മേക്കിംഗ്. സാറ് പറഞ്ഞമാരെ ഇംഗ്ലണ്ടിൽ സ്റ്റഡി MRI സ്റ്റഡി നടത്തിയിട്ട് അവർ മനസ്സിലാക്കിയത് ഡിസിഷൻ മേക്കിങ്ങിനും മെമ്മറിക്കുള്ള പിന്നെ തലച്ചോറുള്ള ഒരു ഭാഗം പിന്നെ അതിന്റെ കാപ്പബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ബിക്കോസ് ഓഫ് ദിസ് ബ്രെയിൻ റോട്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? സാറ് പറഞ്ഞ പോലെ നമുക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ പ്ലസ് ടൈം മാനേജ്മെന്റ് കൊണ്ടുവരണം. അതിന് കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രെയിൻ റോട്ട് പ്രശ്നങ്ങളാണ് പറയുന്നത്. അത് അതിന്റെ പ്രശ്നം വെർത്ത്ലെസ് കണ്ടന്റ് കാണുന്നോണ്ടാ. ബ്രെയിൻ റോട്ടിന്റെ ഗുണങ്ങളുണ്ട്. കാരണം ഈ ബ്രെയിൻ റോട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പൊ വേറെ ടൂൾസ് ലൈക്ക് ഈ ഇൻഫർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോ ഷോർട്ട് ഫോമിൽ ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസുകളുണ്ട്. കൊക്കോനട്ട് AI, പിന്നെ AI കട്ട്, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ഈ പിന്നെ അതിന് പറയുന്ന പേര് ബ്രെയിൻ റൂട്ട് ഫോർമാറ്റ്. ബ്രെയിൻ റൂട്ട് ഫോർമാറ്റിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. PDF ടു ബ്രെയിൻ റൂട്ട്. PDF ഫയൽ വായിച്ചിട്ട് നമുക്ക് എക്സാമിന് എഴുതാനൊന്നും പറ്റില്ല. അപ്പൊ PDFനെ നമ്മൾ ബ്രെയിൻ റൂട്ട് ഫോർമാറ്റിൽ വീഡിയോ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാനുള്ള കമ്പനീസ് ആർ അവൈലബിൾ. ഈ പ്രശ്നത്തിന് 2 വശങ്ങളുണ്ട്. പ്ലസ് വശമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ടൂൾസ് ഉപയോഗിച്ച് നമുക്കത് അത് പോസിറ്റീവായിട്ട് എടുക്കാം. അങ്ങനത്തെ വീഡിയോസ് കാണാം. നമ്മളെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ജങ്ക് കണ്ടന്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. പിന്നെ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ലെഫ്റ്റിലൊരു ചെറിയ 3 ഡോട്ട് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ആ ലവ് ചിഹ്നം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ളത് പോലെ വലിയ ബട്ടൺസ് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ അറിയാതെ തന്നെ 2 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈക്കായിട്ടാണ് പോകുന്നത്. നമ്മൾ അറിയില്ല ലൈക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ 3 ഡോട്ടിലോട്ട് നമുക്ക് വെച്ചിട്ട് ഇത് ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ അധികം ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോസ് പിന്നെ നമ്മൾ ഇതിൽ വന്നുകൊണ്ടേ ഇരിക്കില്ല. പിന്നെ അതേമാതിരി നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ട. നോട്ടിഫിക്കേഷൻ വാട്സപ്പിനായിക്കോട്ടെ എന്തിന് നോട്ടിഫിക്കേഷൻ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക. അതൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടായി നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്ട് ആയി. അതിലെന്താ വന്ന് നോക്കാനുള്ള തോന്നും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കുറച്ച്. പിന്നെ അതേമാതിരി നമ്മളെ സ്ക്രീൻ യൂസേജ് കൺട്രോൾ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഫാമിലി ലിങ്കർ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ മാനേജിങ് കുട്ടികളെ, ചെറിയ കുട്ടികളെ 10 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഫാമിലി ലിങ്ക്. അത് ഗൂഗിളിന്റെ ഫ്രീ ആപ്ലിക്കേഷൻ ആണ്. പാരന്റൽ കൺട്രോൾ ആണ്. അപ്പൊ നമുക്ക് പാരന്റ്സിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും ആ കുട്ടി ആ മൊബൈൽ എത്ര മണിക്കൂർ യൂസ് ചെയ്യണം എന്നുള്ളത്. ആ കുട്ടിക്ക് മൊബൈൽ സ്ലീപ്പ് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. രാത്രി 10 മണി തൊട്ട് രാവിലെ 8 മണി വരെ ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാത്രി 10 മണി തൊട്ട് രാവിലെ 8 മണി വരെ സമയത്ത് ആ മൊബൈൽ ആക്സസ് ചെയ്യാനേ പറ്റില്ല. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ ആ ഫാമിലി ലിങ്ക് ആപ്ലിക്കേഷൻ. വേറെ എക്സാമ്പിൾ, യൂട്യൂബ് കുട്ടികൾ കാണുന്നുണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ 2 വയസ്സുള്ള 3 വയസ്സുള്ള ആ കുട്ടിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സെറ്റ് ചെയ്യുക. ആ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യൂട്യൂബ് അതിൽ വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യും പക്ഷെ ഓപ്പൺ ആവില്ല. അത് യുവർ ടൈം ഹാസ് റീച്ച്ഡ്, യു ടേക്ക് എ ബ്രേക്ക്, അങ്ങനെ മെസ്സേജ് വരും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് ഡേയിലാണ് പിന്നെ യൂട്യൂബ് വീണ്ടും ആ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ നമുക്കെല്ലാവർക്കും ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസും നമ്മളെ ആ വെർച്വൽ വേൾഡിലുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് യൂസ് ചെയ്ത് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് ടൈം നമ്മൾ തന്നെ മാനേജ് ചെയ്യുക. സാർ പറഞ്ഞത് നമ്മളാണ് ഡിസിഷൻ മേക്കേഴ്സ്. അത് ആൽഗോരിതത്തിന് വി ഷുഡ് നോട്ട് അലോ അറ്റ് എനി കോസ്റ്റ്. നമ്മൾ ഏതെങ്കിലും സമയത്ത് നമ്മൾ തോന്നുകയാണ് ഡിവൈസ് ആണ് എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ടേക്ക് എ ബ്രേക്ക്. ഇപ്പൊ ഞാനിപ്പം
ഫേസ്ബുക്ക് നന്നായിട്ട് ഉപയോഗിക്കായിരുന്നു. പിന്നെ ഞാൻ ഐഫോൺ വാങ്ങിയ ശേഷം ഞാൻ ഫേസ്ബുക്ക് അതിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇറ്റ്സ് ഓൾമോസ്റ്റ് 3 months ഉണ്ടാവും. ഇപ്പൊ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ തോന്നുന്നത് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എന്തോ നഷ്ടപ്പെട്ട് നമ്മൾ തോന്നും. അത് ആ തോന്നൽ കുറച്ച് കാലത്തേ ഉണ്ടാവുള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഫേസ്ബുക്ക് വേണ്ട അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വേണ്ട, ഒന്നും സംഭവിക്കില്ല. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനും പേപ്പറിനും ഇതിന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഏത് ആപ്പ് ഉപയോഗിക്കണം, എത്ര ടൈം ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ആൽഗോരിതത്തിനെ ഡിസൈഡ് ചെയ്യാൻ അനുവദിക്കരുത്. ആൽഗോരിതം നമ്മൾ ഇത് ഉപയോഗിച്ചോ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. ഓക്കെ, എത്രയും പറഞ്ഞു. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ ഇതുവരെ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നമുക്കൊരു സെൽഫ് കൺട്രോൾ വേണമെന്നുള്ളതാണ്. നാം നിയന്ത്രിക്കണമെന്നുള്ളതാണ്. ഈ നിയന്ത്രിക്കാനുള്ള ഒരു മാനദണ്ഡം, നമുക്കൊരു നയം വേണമല്ലോ, ഒരു എന്താ പറയാ, ഒരു കല്ല് വേണമല്ലോ, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഏകകം വേണമല്ലോ. ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് ഒരു ഹദീസ്, അതിമനോഹരമായിട്ടുള്ള ഒരു ഹദീസ് പറഞ്ഞ് നമുക്ക് നിർത്താം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യന്റെ, വാക്കുകൾ തന്നെ അതിമനോഹരമാണ്, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന് ഭംഗി ഉണ്ടാകുന്നത്. ഒരാൾ നല്ല മുസ്ലിം ആകുന്ന വേടല്ല യൂസ് ചെയ്തത്. ഒരു വ്യക്തിയുടെ ഇസ്ലാമിന് ഭംഗി ഉണ്ടാകുന്നത് അദ്ദേഹം എപ്പോഴാണ്? തർക്കുഹു മലയാനി എന്നൊരു ഹദീസുണ്ട്. അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എന്തുണ്ടാകുന്നത്? അവന്റെ ഇസ്ലാമിന് ഭംഗി ഉണ്ടാകുന്നത്. ഈ ഒരു ഹദീസ് തന്നെ എടുത്തുകൊണ്ട് അതിൽ നമുക്ക് സുഹൃദ് വരുന്നുണ്ട്. നമുക്ക് ഇതിന് ഹൃദയബന്ധമുണ്ടാകില്ല, ഫഖദുൽ ലഹു എന്നുള്ള ഹൃദയബന്ധമുണ്ടാകാതെ അദ്കീല് നമ്മുടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞ എന്താണ് വസ്ഹദ് വദാ ഫഖ്ദുൻ ഇലാഖത ഖൽബിക എന്നുള്ള, അതായത് സുഹദ്, ഇങ്ങനെയുള്ള മിനിമലിസം. ഇപ്പൊ ഈ കാര്യങ്ങളിൽ പ്രധാനമായി വരുന്ന ഒരു ടേം തന്നെ ഡിജിറ്റൽ മിനിമലിസം എന്നുള്ളതാണ്. പ്രധാനമായി നാം ഈ കാര്യങ്ങളിൽ പരമാവധി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് നാം ഈ ഒരു ഹദീസുകൾ, ഈ ഒരു ഇസ്ലാമിക പാഠങ്ങൾ, നമ്മുടെ ഇസ്ലാമിക ചിട്ട, നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒരു നിസാമിയ അല്ലെങ്കിൽ ഒരു പൊന്നാനി ദർസി ചിട്ട, പൊന്നാനി ദർസി ചിട്ടകളിലൊക്കെ വരുന്ന ഒരു പ്രധാന ശൈലി എന്താണ്? അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ വേണ്ടി, മെമ്മറി കൂട്ടാൻ വേണ്ടി വാമൊഴിയിലൂടെ ചൊല്ലി 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 പഠിപ്പിച്ച് തർപ്പിച്ച് അതിനെ തഹ്ഖീഖാക്കുന്ന ഒരു ശൈലി നമുക്ക് കൊണ്ടുവന്നത് ഇതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി. ഇത്തരം ബ്രെയിൻ റോട്ടിനെ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് നാം നമ്മുടെ പാരമ്പര്യങ്ങളിലുള്ള നന്മകളെയും ഇത്തരം നൂതന സാങ്കേതിക വിദ്യകളിലുള്ള ആ ഒരു സംഗതി, അതിനുള്ള ഒരു എന്താ പറയാ, അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ഷെറീൻ സാർ പറഞ്ഞ പോലെ സ്വാംശീകരിച്ചുകൊണ്ടും നാം എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ബ്രെയിൻ റോട്ട് എന്ന ഒരു ദുരന്തത്തിൽ നിന്ന്, ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മുടെ മനസ്സിന്റെ ഒരു തളർച്ച അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ഒരു അപജയം, ബുദ്ധിഭ്രമത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഒറ്റ മൂല്യമായിട്ട് നമുക്ക് കാണുന്നത് ഈ ഒരു മേഖലയിലാണ്. നമ്മുടെ മതപരമായി ഒരു ഇസ്ലാമിക പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇപ്പോൾ സിയാവുദ്ദീൻ സർദാറൊക്കെ പറഞ്ഞ ഇസ്രാഫ് എന്നിട്ട് ഒരു വിഷയത്തിലും എന്തുണ്ടാകരുത്, നമുക്ക് ഉലു വഷ്റബു പല തുസ്രിഫു, ഒരു എല്ലാ കാര്യങ്ങളിലും ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് ഉപയോഗിക്കാൻ അനുവദിച്ചതാണ്. ഈ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് എപ്പോഴാണോ നാം അമിതമായി യൂസ് ചെയ്യുന്നത്, എപ്പോഴാണോ നാം അമിത വ്യയം നടത്തുന്നത്, ധൂർത്ത് നടത്തുന്നത്, ആ സമയത്ത് അതെന്താകുന്നുണ്ട്? അത് ഇസ്രാഫായി മാറുന്നു, അത് ഇസ്ലാമികമല്ലാതായി മാറുന്നു. നാം ഉളു എടുക്കുന്ന സമയത്ത് 3 തവണ കഴുകല്, ഒരു അവയവം 3 തവണ കഴുകും. അത് 4ാമത്തെ തവണ കഴുകൽ വലിയ പുണ്യമല്ല. അത് 3 തവണ കഴിയുമ്പോൾ പുണ്യമാകുമ്പോൾ 4ാമത്തെ തവണ കഴിയുമ്പോൾ കൂടുതൽ പുണ്യമാകണ്ടേ? അങ്ങനത്തെ ഒരു വിഷയമൊന്നും വരുന്നില്ല. മറിച്ച് എല്ലാത്തിലും കൃത്യമായിട്ട് നമുക്ക് ആവശ്യം എന്തുണ്ട്, എന്താണ് അനാവശ്യം, എന്താണ് തെറ്റ്, എന്താണ് തെറ്റല്ലാത്തത്, എന്താണ് സാങ്കത്യം, എന്താണ് അസാങ്കത്യം, എന്താണ് കോമൺ സെൻസ്, എന്താണ് കോമൺ സെൻസ് അല്ലാത്തത്, എന്താണ് ഡീസെൻസ്, എന്താണ് ഡീസെന്റ് അല്ലാത്തത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി വേർതിരിച്ചറിയാനുള്ള ഒരു ക്ഷമത നാം മനഃപൂർവ്വം ആക്റ്റീവായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിനുള്ള ഒരു ഇതാണ് നമ്മളിപ്പോ സ്കൂളുകളിൽ നമുക്കിപ്പോൾ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലൊക്കെ അവർ പറയുന്ന ഫസ്റ്റ് കാര്യമാണ് ഒരു ശക്തി ഉണ്ടാകുക, സേ നോ എന്ന് പറയാനുള്ള ഒരു ശക്തി ഉണ്ടാകുക. അപ്പോൾ ഒരു അനാവശ്യമായ ഒരു ടച്ച് വരുന്ന സമയത്ത് നോ എന്ന് പറയാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ വിഷയത്തെ അതിന് നമ്മൾ ഇൻഹിബിഷൻ
എന്ന ടേമാണ് യൂസ് ചെയ്യുക. നാം എല്ലാ കാര്യങ്ങളിലും ഇത് വേണ്ട 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 എന്ന് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാകണം. അങ്ങനെ അത് ഒരു ആദ്യത്തെ തവണ അപാരമായ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് വരുമ്പോൾ നമുക്ക് അതെന്താണ് വളരെ എളുപ്പമായി നമ്മുടെ മനസ്സ് അത് വരും. നമ്മുടെ ശരീരം എന്താണ്, നമ്മുടെ തലച്ചോറ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്താ അത് വിപുലമായി വരും, ശക്തീകരിച്ച് വരും. അതിനൊക്കെ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു ബ്രെയിൻ റോട്ടിന്റെ ഓപ്പോസിറ്റ്. ബ്രെയിൻ റോട്ടിന്റെ ഓപ്പോസിറ്റായി നമുക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാം. ക്രിയേറ്റിവിറ്റിയാണ് ഈ ഒരു ചടങ്ങ്, ഈ ഒരു സദസ്സ്, ഈ ഒരു പ്രവൃത്തികളൊക്കെ മുഴുവനും ക്രിയേറ്റിവിറ്റിയാണ്. അതും നാം പ്രോത്സാഹിപ്പിക്കുക. നിരന്തരമായി വായിച്ച് എഴുതി അങ്ങനത്തെ ഒരു നിരന്തരമായി സംസാരിച്ച് അങ്ങനത്തെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ നാം മാറുക. അല്ലാതെ പാസീവായിട്ടുള്ള ഒരു മങ്ങിയ ഉറങ്ങിയ ഒരു സമൂഹമാകാതിരിക്കുക. വിശിഷ്യ മുത്തഅല്ലിം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു ദൗത്യമുണ്ട്. പിന്നെ ഇതിൽ സയൻസും മറ്റും പഠിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ഇതിന്റെ ഒരു റിസർച്ചും മറ്റൊക്കെ നടത്താനും പറ്റും. ഈ കാര്യങ്ങൾ ഈ ഹദീസുകളും മറ്റും ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്രാഫ് അല്ലെങ്കിൽ മിനിമലിസം അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഉൾക്കൊള്ളാനും അതിനുള്ള ഇൻസൈറ്റുകൾ വളർത്താനും നാം മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കട്ടെ. ഇനി സമയമില്ല, എന്നാലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവര് പ്രഗത്ഭരായ ആളുകളുടെ അവർക്ക് നമ്മൾ ചോദിക്കാം, അവര് പറയും. ബ്രെയിൻ റോട്ടിനെ കുറിച്ച് പറയുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് എക്സ്പോഷർ കിട്ടുന്ന കൊണ്ടാണോ അല്ല അത് ഭാഗമല്ല. എക്സ്പോഷർ എക്സസീവ് ആയിട്ടുള്ള കണ്ടന്റ്സിന് എക്സ്പോഷർ കിട്ടുന്ന കൊണ്ടാണോ അല്ല മീനിങ്ലെസ് ആയിട്ടുള്ള കണ്ടന്റ്സിന് എക്സ്പോഷർ കിട്ടുന്നതുകൊണ്ടാണോ ബ്രെയിൻ റോട്ട് ഉണ്ടാവുന്നത്? പിന്നെ അതേപോലെ ഈ എഡിക്ഷനും ഫോൺ എഡിക്ഷന് ഒരു വര വരയ്ക്കാൻ പറ്റൂല എന്നാണല്ലോ സാർ പറഞ്ഞത്. ഞാനൊരു ക്ലാസ്സിൽ കേട്ടത് ഡെയിലി റൂട്ടീൻസിനെ ബാധിക്കാത്ത, ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കാത്ത രീതിയിൽ ഫോൺ യൂസ് ചെയ്യുന്നത്, അതായത് ഒരാൾക്ക് കുറച്ചു നേരെ വർക്കിംഗ് ഹവർ ഉള്ളൂ, അതിനെ ബാധിക്കാത്ത രീതിയിൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അഡിക്ഷന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റൂല എന്നാണ് പറയുന്നത്. അതൊരു വാദമാണ്. നമ്മൾ സാധാരണ ഏത് അഡിക്ഷനെ ഡിഫൈൻ ചെയ്യുമ്പം when it affects the functioning of life എന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. പക്ഷെ ഒരു മനുഷ്യന് ഒരു പണിയില്ലാത്ത ഒരാൾ 24 മണിക്കൂറും ഫോൺ നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറയുന്നിടത്തും പ്രശ്നങ്ങളില്ലേ? അപ്പം ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോൾ അഡിക്ഷൻ അല്ല, അത് കുറെ കൂടി ഡിപ്പെൻഡൻസ് ആണ് ആവുന്നത്. അത് ഗൗരവകരമായ ഒരു കാലമായിട്ട് മാറുന്നു. അപ്പം അയാൾ നോർമൽ ഫങ്ഷനിങ് ഒക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾ ഇത് നോക്കിക്കോട്ടെ എന്ന് പറയുന്നിടത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ സേ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം സ്കൂളിൽ അവധിയുള്ള ദിവസം ആ കുട്ടി രാവിലെ മുതൽ രാത്രി വരെ ഫോൺ നോക്കി ഇരുന്നോട്ടെ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇറ്റ് ഹാസ് ഇമ്പാക്ട്സ്. അത് അതിന്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് വിഷ്വൽ അത് കിട്ടില്ല. ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട്, മൂത്രമൊഴിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ഇമ്പാക്ട്സ് ഇൻസൈഡ്. കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സേ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ എപ്പോഴാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്? സിമ്പിളാണ്. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, 1 മണിക്കൂർ വീഡിയോ നോക്കി എണീറ്റ് കഴിഞ്ഞപ്പം എന്താ നോക്കിയത് എന്നും അറിയില്ല, എന്തിനാ നോക്കിയത് എന്നും അറിയില്ല. പുതുതായിട്ട് ഒരു വാല്യൂ, സാർ പറഞ്ഞ പോലെ ഒരു വാല്യൂ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഉള്ള വാല്യൂ ആണെങ്കിൽ ഒരു ഗുണത്തിനായിട്ടുമില്ല. then it starts. അവിടെ ഒരു ഫിസിക്കൽ റോട്ട് ഉണ്ടാവണ്ട. മനസ്സ് ശരീരത്തിന്റെ തലച്ചോറിനകത്തുള്ള ഒരു ന്യൂറോൺ, അത് ഞാൻ പറഞ്ഞ അട്രഫി അല്ല റോട്ട്, അത് നശിച്ചു പോകുന്നതിന് നമ്മൾ അട്രഫി എന്ന് പറയാം. ബ്രെയിൻ അട്രഫി 40 വയസ്സിൽ സ്വാഭാവികമായും ബ്രെയിൻ അട്രഫി ആരംഭിക്കും. പിന്നെ പാർക്കിൻസൺസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സീരിയസ് ആവും. ആ രീതിയിലുള്ള അട്രഫി ഒരു വഴിക്ക് നടക്കുന്നു. അത് സ്കാനിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് അട്രഫി അല്ല, അത് കേടാവുകയാണ്, ആവശ്യമില്ലാത്ത ഉപകാരമില്ലാത്തതായി മാറുകയും കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഇടയിൽ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാണ്. നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കാണുന്ന കേസുകളിൽ കുറെ കൂടി ഗാംബ്ലിംഗ് റിലേറ്റഡ് കേസസ് വരുന്നു. മൊബൈൽ ചൂതാട്ടങ്ങൾ, ഈ ഇന്നമൽ ഖംറ വൽ മൈസിറ, ആ പറഞ്ഞ ആയത്തിന്റെ നമ്മൾ ചൂതാട്ടം എന്നൊക്കെ പറയുമ്പം നമ്മൾ കുട്ടികളുടെ ഇടയിൽ ഒരു ഭയങ്കരമായ സാധനമായിട്ടുണ്ട്. അതൊന്നുമല്ല, ഈ ക്രിക്കറ്റിന്റെ ഗെയിമിങ്ങിനകത്തുള്ള ബെറ്റിംഗ്, ക്രിക്കറ്റിന്റെ ടീം ഉണ്ടാക്കിയിട്ട് അതിലൂടെ പൈസ വാങ്ങുന്ന പരിപാടി, ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുണ്ടാകുന്ന അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ. ഇന്നലെ കണ്ട ഒരു കേസ്, 17 വയസ്സുള്ള കുട്ടി ഇതുവരെയായി കളഞ്ഞത് 27 ലക്ഷം രൂപയാണ്.
കുറച്ച് ദിവസം മുമ്പ് കണ്ടത് ഒരു 30 വയസ്സുള്ള മനുഷ്യൻ, അയാൾ കളഞ്ഞത് 2.5 കോടി രൂപയാണ്. ഇത്രയും വലിയ എമൗണ്ട് ഒരിങ്ങനെ ചോർന്നു പോകുന്ന ഒരു ഇഷ്യൂ കൂടി നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്നുണ്ട്. പ്രബോധന പ്രവർത്തനത്തിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജാഗരൂകരാവണം. ആപ്പിൻ്റെ പേരുകൾ എനിക്കറിയാം, പറയാൻ പേടിയാണ്. കാരണം നാളെ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തുടങ്ങിയാൽ അതിലെനിക്ക് ഷെയർ വരും. അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഇതിനുള്ളിലുണ്ട്. അത് ക്രിക്കറ്റാണ്, ഗെയിമാണെന്നൊന്നുമല്ല, പച്ചക്ക് ചൂതാട്ടാണ്, ഗാംബ്ലിംഗ് ആണ്, വേറൊന്നും അതിനകത്ത് പറയാനില്ല. ആ രീതിയിൽ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആപ്പിന് നല്ല പരസ്യമുണ്ട്, റീൽസ് ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ. When the product is free, then you are the product. കിട്ടുന്ന സാധനം ഫ്രീ ആകുമ്പോൾ നിങ്ങൾ സാധനമായി മാറും. അത്രേ ഉള്ളൂ. സൈക്കോളജിയിൽ ജോൺ ലോക്കിൻ്റെ ഒരു തിയറി ഉണ്ടല്ലോ, ടാബുല റാസ എന്ന് പറഞ്ഞിട്ടുള്ള, പീപ്പിൾ ആർ ബോൺ വിത്ത് എംപ്റ്റി ദെൻ ദേ ആർ ഷേപ്ഡ് ബൈ എക്സ്പീരിയൻസ് എന്ന്. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യല്ലേ. അതിൽ ഇപ്പോൾ ഈ റീലാണെങ്കിലും ഒക്കെ അതിൽ നമ്മളെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് നടക്കുന്നുണ്ടല്ലോ, അറ്റൻഷനും ലേണിങ് മോട്ടിവേഷനൊക്കെ നടക്കുന്നുണ്ടല്ലോ. പിന്നെ അത് ഈ ഒരു ബ്രെയിൻ റോട്ടിലേക്ക് മാറുന്നതിൻ്റെ ആ ഒരു സാഹചര്യം. അതുപോലെ ഹുസൈൻ സാറോടൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് കണ്ടൻറ്റ് വായിക്കുന്നതിലൂടെ നമുക്ക് ബ്രെയിൻ റോട്ട് സംഭവിക്കുമോ? അതായത് ഇപ്പോൾ ഇവിടെ ഈ ഡിസ്കഷനിൽ ഞാൻ കേട്ടത് മുഴുവനായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളാണ്. ഇപ്പം നമ്മളിത് വായിക്കുന്നതിലൂടെ, ലേണിങ്ങിലൂടെ, ഹിയറിങ്ങിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. ബ്രെയിൻ റോട്ട് പിന്നെ ഐഡിയലി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്ട് ഫ്രം എനി സോഴ്സ്. പക്ഷേ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ഓൺ വായിച്ച് ഒരു പാരഗ്രാഫ് വീഡിയോയിലുള്ള ഈ ഷോർട്ടിൻ്റെ അത് നമ്മൾ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 5-6 സെൻറ്റൻസ് ഉണ്ടാവും. ആ 5-6 സെൻറ്റൻസിൽ അങ്ങനത്തെ ഒരു 100 സെൻറ്റൻസ് നമുക്ക് വായിക്കാനുള്ള മെൻ്റൽ മീൻസ് സൈക്കോളജിക്കൽ ആസ്പെക്ട് നമുക്ക് പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ വീഡിയോ എന്ന് പറഞ്ഞാൽ എ പിക്ചർ ഈസ് മോർ വേർത്ത് ദാൻ 1000 വേർഡ്സ് അല്ലേ. ആ പിക്ചറൈസ് ആയിട്ട് ഷോർട്ടായിട്ട് കാണുമ്പോൾ നമ്മൾ അതിലോട്ട് മോർ ഫോക്കസ് ആവും. അപ്പൊ അതിൽ ഈ ഷോർട്സ് കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. നമ്മൾ കാണുന്ന ഷോർട്സ് എന്താണ്, അതിൽ എന്തെങ്കിലും വാല്യൂ അഡീഷൻ ഉണ്ടോ, അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അത് നമ്മളാണ് ഡിസൈഡ് ചെയ്തത്. അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ചിലപ്പോൾ അവരെ വീട്ടിലുള്ള നടക്കുന്ന അല്ലെ അവരെ കുടിക്കുന്നത് അങ്ങനത്തെ ഷോർട്സ് ഇട്ടായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പല ആൾക്കാർക്കും. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ളത്. ആൽഗോരിതം ഡിസൈഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. അവർ ട്രൈ ടു ഫോഴ്സ് യു ടു വാച്ച് ദോസ് ടൈപ്പ് ഓഫ് കണ്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നമ്മൾ അനാവശ്യമായ കണ്ടന്റ് കാണുകയാണ് തോന്നുകയാണ്, ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ആ കണ്ടന്റിൽ റൈറ്റിൽ പോയിട്ട് അത് അൺഹൈഡ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കുറെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനത്തെ കണ്ടന്റ്സ് ഉണ്ടാകുന്ന ക്രിയേറ്റേഴ്സിന് വാണിംഗ് പോകും, അവരത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അപ്പം അവർ അങ്ങനത്തെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സിമിലർ ടൈപ്പ് നമുക്ക് നമ്മളെ റീൽസിൽ വരില്ല. ഓഡിയോ ആയിട്ടും നമുക്ക് വരാം. പക്ഷെ ഓഡിയോ ആയിട്ട് മാത്രം കേട്ടായിട്ട് നമ്മൾ ആ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 റീൽസിലൊക്കെ എനിക്ക് തോന്നുന്നത് 2 മണി 3 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അവരറിയാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ചെറിയ ലൈറ്റിലും ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ പഠിക്കുന്ന കുട്ടിയൊക്കെ ഒരു പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നെക്സ്റ്റ് ഡേ എന്തെങ്കിലും വർക്ക് ഉണ്ട് അല്ലെങ്കിൽ അതിന് പോകണം, ഒരു ഡിപ്പെൻഡന്റ് ഉണ്ട്. പക്ഷെ പഠിക്കുന്ന കാലത്ത് നമുക്ക് അത്രയില്ല. എക്സാമിന്റെ ടൈമിൽ മാത്രം നമ്മൾ വറി ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഫ്രീ ആയിട്ടാണ് നിൽക്കുക. ആ സമയത്ത് നമുക്ക് ഇത് കൂടുതൽ കാണാനുള്ള ഒരു ടെൻഡൻസി അൺനോയിങ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ 1 മണിക്കൂർ കണ്ട് നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സ് ചോദിക്കുക എന്താ നിങ്ങൾ കണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ആൻസർ ഇല്ല. ആ ടൈപ്പ് ഓഫ് കണ്ടന്റ് യു ഷുഡ് അവോയ്ഡ് അറ്റ് എനി കോസ്റ്റ്. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ റോട്ടിൽ നിന്ന് കുറച്ചൊക്കെ ഇത് നിൽക്കാം. ഇപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ ഉണ്ടാവും ഈ ആൽഫ ജനറേഷന്റെ ഗോസ്റ്റിംഗ് പറഞ്ഞൊരു വേർഡ് ഇല്ലേ. ഗോസ്റ്റിംഗ് എന്നെന്താ, നമ്മൾ ഓൺലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവാ. ചില ആൾക്കാരൊക്കെ കുറെ ഗെയിമൊക്കെ കളിച്ചു, ഫ്രീ ഫയർ അങ്ങനത്തെ അങ്ങനെ കുറെ തോറ്റുക്കുമ്പോൾ അയാൾ മനഃപൂർവ്വം ആ ഗെയിമിൽ നിന്ന് കുറച്ച് ഒരു വീക്കിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ആവും. അപ്പൊ ബാക്കി ഫ്രണ്ട്സ് പറയാം ഹി വാസ് ഗോസ്റ്റിംഗ് അങ്ങനെ പറയാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് എടുത്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് വി കനോട്ട് അവോയ്ഡ് ദ സോഷ്യൽ മീഡിയാസ് ഇൻഫ്ലുവൻസ് ഇൻ അവർ ലൈഫ്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യാം എന്തൊക്കെ വേണോ വേണ്ട എന്നുള്ളത്. നമ്മളിപ്പോൾ നിസ്കാരമൊക്കെ 5 വക്ത് നിസ്കരിക്കുന്ന മാതിരി സോഷ്യൽ മീഡിയക്കും നമ്മൾ ഇത്ര ടൈം കൊടുക്കുക, ഇത്ര ടൈം മാത്രം കാണുക. രാവിലെ എണീറ്റ് ഉടനെ മൊബൈൽ എടുക്കാതെ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ രാവിലെ എണീറ്റ് എടുക്കുന്നുണ്ടാവും, പക്ഷെ പറയാൻ എളുപ്പമാണ്. പക്ഷെ പ്രാക്ടിക്കൽ ആക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പറ്റും. അത് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് സാർ പറഞ്ഞ ഇതിൻ്റെ ഒക്കെ ആസ്പെക്ട് എന്നാൽ
ഇതിലൊക്കെ കുറെ ക്രിയേറ്റീവ് തോട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും നല്ല കണ്ടന്റ് കാണാന്ന്. അപ്പൊ നല്ല കണ്ടന്റ് ഏതാണ്, ചീത്ത കണ്ടന്റ് ഏതാണെന്നുള്ളത് നമുക്ക് ആരും പറഞ്ഞു തരാനില്ല. കാരണം നമ്മൾ വെർച്വൽ വേൾഡ് ഒരു റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി. അവിടെ നല്ല കണ്ടന്റ് ഏതാ ചീത്ത കണ്ടന്റ് എന്ന് പറഞ്ഞു തരാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. പുറത്തെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വേറെ ആൾക്കാർ അഭിപ്രായം പറയും, ഇത് ശരിയല്ല, ഇതാണ് തെറ്റ്, അത് ശരിയാ, അത് പറഞ്ഞു തരാൻ വെർച്വൽ വേൾഡിൽ ആരുമില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ സെൽഫ് കൺട്രോളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബ്രെയിൻ റോട്ടിന്റെ എഫക്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കുല്ലു മൗലൂദിൻ യുവലദു അൽ ഫിത്ര, അവരാണ് യുഹിദാനിഹി മസ്ജിദുൻ നസ്റാനിഹി എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. അത് നമ്മളൊരു എംപ്റ്റി പോട്ടാണ്, നമുക്ക് എങ്ങനെയും ഫില്ല് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വരുന്നതാണ് ഈ ലേണിങ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസിക്കൽ കണ്ട് ലേണിംഗ് തിയറി ആയി കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം അതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നമ്മുടെ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഡോപ്പമിൻ പുഷ് ഉണ്ടല്ലോ, ആനന്ദമുണ്ടാകുന്ന സാധനത്തിനോട് നമുക്ക് അഭിനിവേശം കൂടും. റിവാർഡ് സർക്യൂട്ട്, അഡിക്ഷന്റെ ബേസിക് തിയറി, നമ്മുടെ ബ്രെയിനിനകത്തുള്ള റിവാർഡ് സർക്യൂട്ട്സ് ആക്ടിവേറ്റ് ആകുന്നു. ആ ആക്ടിവേറ്റ് ആകുമ്പോൾ നമുക്കൊരു സന്തോഷം അനുഭവിക്കുന്നു. നാളെ ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നു. പിന്നീട് നമ്മൾ ആ സാധനത്തിലേക്ക് പോകുന്നത് ആനന്ദം ഉണ്ടാവാനല്ല, പകരം അതില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ ഒഴിവാക്കാനാണ്. നമ്മൾ ഒരു പ്രാവശ്യം അഡിക്റ്റ് ആയ ഒരു സാധനത്തിലേക്ക് രണ്ടാമത് പോകുന്നത് ആദ്യം കിട്ടിയ സന്തോഷം ആഗ്രഹിച്ചിട്ടല്ല, അത് കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവും, ഡിമിനിഷ് ആവും. ആ സന്തോഷം പോയിട്ട് അതില്ലാതെ സമയത്ത് ഒരു നോമോഫ് വേറെ വരും. ഈ പറയുന്ന സാധനത്തെ, ഈ അസ്വസ്ഥതയെ ശമിപ്പിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അവിടെ ചെല്ലും. അതേ സംവിധാനത്തിലേക്ക് നമ്മൾ ചെല്ലുന്നത് പിന്നെ റിവാർഡ് സർക്യൂട്ട് ആക്ടിവേറ്റ് ആകുന്നത് നമ്മളുടെ വിത്ഡ്രോവൽ സിംറ്റംസിനെ റെഡ്യൂസ് ചെയ്യാനാണ്, നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം ഉണ്ടാക്കാനല്ല. അതുകൊണ്ട് ഈ എത്രയാണോ പമ്പ് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ അടുക്കും. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ, വലിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടാൽ ബ്രെയിൻ ട്രെയിൻ ഉണ്ടാവും. നമ്മളെ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതൊരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്, സജീവമാകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷെ ഒരു മനുഷ്യന് അത് 1 മണിക്കൂർ കൂടുതലൊന്നും ഉപയോഗിക്കൂല. 1 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാനുള്ള ആനന്ദവും അഭിനന്ദവും അതിനുള്ളിലില്ല. അത് ഭയങ്കര ബോറാണ്. ഭയങ്കര സാങ്കേതിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. ഒരു സാധനത്തിൽ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞാൽ കുറച്ച് ചെയ്യട്ടെ, നിങ്ങൾ ഇതിനകത്തുള്ള ഒരു എക്സ്പെർട്ടാണ്, ചിലപ്പോൾ അങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, ഈ വിഷയത്തിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ പറയാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നു, ഒന്ന് സ്പെയർ ചെയ്യാവോ, കുറച്ച് ചെയ്യട്ടെ. അതൊന്നും കൂടി നോക്കേണ്ടി വരും, ഞാനൊന്ന് സെർച്ച് ചെയ്യേണ്ടി വരും, ഒന്നും കൂടി വായിക്കാണ്ട് അവിടെ പറയാൻ പറ്റില്ല, എൻ്റെ തോട്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല, പാളിപ്പോവും. ഇന്ന രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കും. നേരെ മറിച്ച് നമ്മളെ ഈ സോഷ്യൽ ആംഗിൾസിൽ വരുന്ന ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഒരു പണിയില്ല, ആലോചിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പെട്ടെന്ന് ചെയ്യും. ഇപ്പൊ ഈ ലിങ്ക്ഡിൻ പോലെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല, ഈ പറയുന്ന എൻഗേജ്മെന്റ് അത്രത്തോളം അവിടെ സാധ്യമാകുന്നില്ല. കാരണം അവിടെ ഡോപ്പമിൻ ഇമ്പാക്ട് കുറവാണ്, വലിയ രീതിയിലുള്ള സന്തോഷം ഉണ്ടാകുന്നില്ല. ഇതാണ് അതിന്റെ കണക്ഷൻ. അത് വെച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സമാഹരിക്കാം. ഈ അക്ഷരം തെറ്റിയതാണെങ്കിൽ അതാണ് കറക്റ്റ്. അതെ, കറക്റ്റ്. ഇതിൽ ലാസ്റ്റ് ഒരു കാര്യം, സോഷ്യൽ മീഡിയ യൂസേജ് ഒരു പാതകമൊന്നുമല്ല. അതെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നു, അപ്പോഴാണ് അത് പ്രശ്നമായി വരുന്നത്. ഒറ്റ വാക്ക്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ ഒരു റിലാക്സിന് ചെയ്യുന്ന ഒരു സംഭവമാണെന്നൊരു ധാരണയുണ്ട്. ഇതൊരു റിലാക്സ് ആണെന്നൊരു 10 റീല് കാണുന്ന സമയത്ത് നാം 10 ഇമോഷനിലൂടെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ കടന്നു പോവുകയാണ്. സങ്കടം, സന്തോഷം, വിദ്വേഷം, വൈരാഗ്യം, അസൂയ തുടങ്ങിയ പല വികാരങ്ങളിലൂടെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ മാനസികമായി നാം അവിടെ എക്സ്പോസ്റ്റ്, അവരെ തകർന്ന് ക്ഷീണിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതൊന്നും ഒരു റിലാക്സിനുള്ള ഒരു സംഭവമായിട്ട് റീലുകളെ കാണേണ്ടതില്ല. നമ്മൾ വിജ്ഞാന ആവശ്യങ്ങൾക്ക് വേണ്ടി കാണാൻ പറ്റും. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ സാറ് പറഞ്ഞ ഗൂഗിൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ല, യൂട്യൂബൊക്കെ അങ്ങനെ തന്നെയാണ്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ റീലുകളെക്കാളും യൂട്യൂബ് വീഡിയോസിലൊക്കെ പിന്നെയും സ്ക്രീനിങ് ഉണ്ട്. ഇപ്പോൾ ഏജ് റെസ്ട്രിക്ഷൻ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചൈൽഡ് റെസ്ട്രിക്ഷൻ അത് നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ റീലുകളിൽ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ക്രീനിങ് പോലും ഇല്ല. പല വീഡിയോസും ഒരിക്കലും കാണാൻ പറ്റാത്ത, പ്രചരിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇപ്പോൾ ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറഞ്ഞാൽ അതായത് വളരെ ദുരന്തമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലും എന്താകുന്നുണ്ട്, ഇൻസ്റ്റാ റീലുകളിലും മറ്റും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത്, ഇവിടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ അതിനോടുള്ള ഒരു പിന്തിരിപ്പ്
വിധിയെടുപ്പ് നിലപാടല്ല നമുക്ക് വേണ്ടത്. എല്ലാ നന്മകളെയും നാം ഉൾക്കൊള്ളുന്നു. എവിടെയാണോ തെറ്റ് വരുന്നത്, എവിടെയാണോ അത് അമാന്യത വരുന്നത്, അത് നാം എന്ത് ചെയ്യണം? ഒഴിവാക്കണം, വേർതിരിക്കണം. അത് നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ഒരു ശക്തി, ഒരു ബൗദ്ധിക നിലവാരം നാം വളർത്തണം.